കരുവീതത്തിന് സ്തോത്രം ചെയ്യാം. ഒരിക്കൽ കൂടെ ശക്തിയോടെ സ്മിതനായ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ബഹുമാനരായ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രധാന നാമത്തിൽ സ്നേഹവന്ദനം നൽകുന്നു. ഇപ്പോൾ നമുക്കൊന്നിച്ചേർന്ന് വാഴ്ത്തപ്പെട്ട കർത്താവിനെ സ്തുതിപ്പാൻ ദൈവം നൽകിയ വലിയ ദിവസമായി കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഒരു ഭക്തൻ ഇങ്ങനെ എഴുതി, ഇന്ന് രാവിലെ ഉണരേണ്ടവരുടെ ലിസ്റ്റിൽ നീ എൻ്റെ പേരെഴുതിനാൽ ഞാൻ രാവിലെ ഉണരേണ്ടവരുടെ ലിസ്റ്റിൽ ദൈവം നമ്മുടെ പേരെഴുതിയതിനാലാണ് നമ്മൾ ഒന്നിച്ചു വന്നിരിക്കുന്നത്. വളരെ സന്തോഷമുണ്ട്. പ്രിയ ഞങ്ങളുടെ മക്കളിവിടെ ഉണ്ട്. പ്രിയ ബ്ലെസ്സിമോളും ജെയ്സനും മോനും. ജെയ്സൻ്റെ മാതാപിതാക്കൾ ദീർഘവർഷങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നവരാണ്. സെബാസ്റ്റ്യാനൊക്കെ കുടുംബമായി ഇവിടെ ഉണ്ട്. ചില നാളിന് ശേഷമാണ് ഞങ്ങൾക്ക് ഒന്നിച്ചൊരു കൂട്ടായ്മ ദൈവത്തുന്നത്. സന്തോഷം. ദൈവം അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധാത്മാവോട് സംസാരിക്കാൻ വളരെ പ്രാർത്ഥന മനസ്സിലായിരിക്കാം. 46-ാം സങ്കീർത്തനം 11-ാം വാക്യം വായിക്കാം. 46-ാം കളിക്കാം. കർത്താവെ, കഴിഞ്ഞ ദിവസമൊക്കെ ഞങ്ങളോട് സംസാരിച്ചുകൊണ്ടിരുന്നല്ലോ. രാവിലെയും നമ്മുടെ ശബ്ദം ഞങ്ങളെ കൽപ്പിക്കണമേ. ഞങ്ങളുടെ ഒരു വാക്ക് ഞങ്ങളെ ജീവിപ്പിക്കുന്നതാണ്, ഞങ്ങളെ ശക്തീകരിക്കുന്നതാണ്, മുന്നോട്ടോടുവാൻ ഞങ്ങളെ നിർബന്ധിക്കുന്നതാണ്. മനുഷ്യവാക്കുകൾ ഞങ്ങളെ തളർത്തുമ്പോൾ ദൈവത്തിൻ്റെ വാക്കുകൾ ഞങ്ങളെ ശക്തിപ്പെടുത്തുമ്പോൾ ഞങ്ങൾക്ക് ഇന്ന് രാവിലെ അവിടുത്തെ കേൾവിയായി മാറട്ടെ. ഞങ്ങളോട് സംസാരിക്കാൻ പോയ സ്തോത്രം. പ്രാർത്ഥന നന്ദി യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഒരിക്കൽ കൂടെ കൈ ഉയർത്തിയ വാദവും ശക്തിയോട് സ്തോത്രം ചെയ്യാം. സൈന്യങ്ങളുടെ യഹോവ നമ്മോടുകൂടിയുണ്ട്. യാക്കോബിന്റെ ദൈവം നമ്മുടെ ദുർഗമാകും. ഇന്ന് രാവിലെ ആരൊക്കെ ഇവിടെ ഉണ്ടെന്നുള്ളതോ ആരൊക്കെ നമ്മളുടെ ഇല്ലെന്നുള്ളതോ നമ്മെ സംബന്ധിച്ച് വലിയ കാര്യമല്ല. നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്. ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്ക് ഇന്ന് രാവിലെ തൻ്റെ ഇടത്തോട് പറയാൻ കഴിയും, ദൈവം എന്നോടുകൂടെ ഉണ്ടെന്ന്? നെഞ്ചിന് കൈവച്ച് കൈ സ്വർഗത്തിലേക്ക് ഉയർത്തി വിശാലങ്ങൾക്ക് യേശുവിന്റെ നാമത്തിൽ വിളിച്ചു. ആര് വിട്ടുകൂടിയില്ലേ? എന്റെ കർത്താവിന്റെ കൂടെയുണ്ട്. സൈന്യങ്ങളെ എന്നോട് കൂടെയുണ്ട്. എന്റെ ദൈവം എന്റെ കൂടെയുണ്ട്. ആരും എന്റെ കൂടിയില്ലേ? എന്റെ ദൈവം എന്റെ കൂടെയുണ്ട്. കൈവരിച്ച് വാതുറന്ന ശക്തിയുടെ ആത്മാവിൽ ആരംഭിച്ചവരല്ല. കരകളൊക്കെ ദൈവത്തെ ശിക്ഷിക്കുന്നവരാണ്. എന്റെ ദൈവം എന്റെ കൂടെയുണ്ട്. ദൈവം നമ്മോട് കൂടെയുണ്ട്. ദൈവം എന്നോടുകൂടെ ഉറപ്പ് പ്രാപിക്കണം. ഞങ്ങളുടെ ഒരു മാസികത്തിൽ ഒരു അമ്മച്ചി, പാവപ്പെട്ട ഒരു അമ്മച്ചി എഴുന്നേറ്റ് നിന്ന് സാക്ഷ്യം പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, നിങ്ങളെല്ലാം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ ഹോളിൻ്റെ പണി ആരംഭിക്കാൻ പോവാണ്. ഞങ്ങളെല്ലാം പാവപ്പെട്ടവരാണ്. അപ്പുറത്തെ സഭ ഇഷ്ടംപോലെ പേർഷ്യക്കാരുണ്ട്, ഇഷ്ടംപോലെ അമേരിക്കക്കാരുണ്ട്. ഞങ്ങൾക്ക് കർത്താവല്ലാതെ ആരുമില്ലെന്ന്. കർത്താവല്ലാതെ ആരുമില്ല. അതുകൊണ്ട് മോശപ്പെട്ടവനെ കൈ കിട്ടി പോലെ മോശപ്പെട്ട കർത്താവ് നിന്റെ കൂടെ ഉണ്ടേ ആരില്ല. 10,000 പേർഷ്യക്കാരേക്കാൾ വലിയവനല്ലേ നിന്റെ കർത്താവ്? 20,000 അമേരിക്കക്കാരേക്കാൾ വലിയവനല്ലേ നിന്റെ കർത്താവ്? നീ പറയണ എൻ്റെ യേശു എൻ്റെ കൂടെ ഉണ്ട്, ആരില്ലെന്ന്. ഈ ദിവസത്തിൽ 1000 പ്രാവശ്യം പറഞ്ഞാലും മതി വരാത്ത 2 വാക്യങ്ങളുണ്ട്. ആദ്യത്തെ ഭാഗം ഞാൻ പറയാം, 2ാം ഭാഗം നിങ്ങൾ പറയണം. ഒന്ന്, എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് പ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ. കൈ ഉയർത്തി പറഞ്ഞേ, സകലവും 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 നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കും. ഇന്ന് തിന്മയെന്ന് തോന്നുന്നതും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കാൻ ദൈവത്തിന് കഴിയും. ഇന്ന് ദോഷമെന്ന് തോന്നുന്നതും നന്മയാക്കി പരിവർത്തനം ചെയ്യുവാൻ കർത്താവിന് കഴിയും.
പ്രാർത്ഥിക്കുന്നു. നിനക്കും നിന്റെ തലമുറയ്ക്കും വിരോധമായി ദുഷ്ടപിശാചിന്റെ ചില പ്രവൃത്തികളെ നന്മയാക്കി പരിവർത്തനം ചെയ്യുവാൻ കർത്താവിന് കഴിയും. വാദവന്ന ശക്തിയോട് കലമടി ശക്തിയോടെ ഭാഷ നിങ്ങളുടെ സൂചിപ്പിക്കുന്ന സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കും. ശക്തിയോടെ വിശ്വാസപ്പെടുന്ന നന്മയായി പരിവർത്തനം ചെയ്യും. സകലവും നന്മയായി കൂടി വ്യാപരിക്കും. ദൈവം തമ്പുരാനോ സൃഷ്ടിയെ നോക്കി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഓരോരുത്തരുടെ കൊള്ളുന്നത് പരിശുദ്ധാത്മ നൽകും. ദൈവം ഓരോ സൃഷ്ടിയെ നോക്കി നല്ലത് 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 എന്ന് കണ്ടു. ആകാശവിധാനത്തെ നിർമ്മിച്ച വേളയിൽ അവിടെ എഴുതിയിട്ടില്ല നല്ലതെന്ന്, ഒരിടത്തൊഴിച്ച് ബാക്കി എല്ലായിടവും നല്ലതെന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ പല വ്യാഖ്യാനങ്ങൾ വേദവസം കുറിച്ച് ദൈവവാക്യത്തെ കീറിപ്പിടിച്ച് വ്യാഖ്യാനിക്കും. എന്തുകൊണ്ട് ആ ദിവസം നല്ലതല്ലെന്ന് ദൈവം കണ്ടു. അവിടെ എഴുതിയില്ല, അവിടെ എഴുതിയിട്ടില്ല നല്ലതെന്ന്. ബാക്കി എല്ലാ ദിവസവും നല്ലത് നല്ലത് നല്ലത്. അപ്പം പലതും പറഞ്ഞു. ചിലരൊക്കെ പറഞ്ഞു ആകാശവിധാനത്തിൽ സാത്താൻ വസിക്കുന്നതാണ്, അതുകൊണ്ടാണ് നല്ലതെന്ന് എഴുതാഞ്ഞത്. ഞങ്ങളൊക്കെ കുറേ നാളത് വിശ്വസിച്ചു. എന്നാൽ ഈ പുസ്തകം ആ അധ്യായം അവസാനിക്കുമ്പോൾ ഇങ്ങനുണ്ട്: ദൈവം സൃഷ്ടിച്ചതിനെയൊക്കെ നോക്കി സകലവും നല്ലതെന്ന് ദൈവം കണ്ടു. സകലവും നല്ലതെന്ന് ദൈവം കണ്ടു. ഇന്ന് നല്ലതല്ലെന്ന് നിനക്ക് തോന്നുന്നതും നന്മയാക്കിയവൻ പരിവർത്തനം ചെയ്യും. അല്പകാലത്തേക്ക് നിനക്ക് വേദനയെന്ന് തോന്നുന്നതും സങ്കടമെന്ന് തോന്നുന്നതും പ്രയാസമെന്ന് തോന്നുന്നതും നന്മയാക്കിയതയോ പരിവർത്തനം ചെയ്യും. നാളുകൾ കഴിയുമ്പോൾ, നിത്യത പുലരുമ്പോൾ, നാളുകൾ കഴിയുമ്പോൾ, നിത്യത പുലരുമ്പോൾ, ദൈവം ചെയ്തതൊക്കെയും നന്മയ്ക്കെന്നു തെളിയുമ്പോൾ, ദൈവം ചെയ്തതൊക്കെയും നന്മയ്ക്കെന്നു തെളിയുമ്പോൾ, യുക്തമായി വ്യക്തമായി ഹൃദയിൽ കരുതലറിയുന്ന, യുക്തമായി വ്യക്തമായി ഹൃദയിൽ കരുതലറിയുന്ന അനാദിനാഥനേശു അന്യനാൾ ഭൂവിലെന്നാൽ ധന്യനായ ക്രിസ്തുവിൻ സദാ അന്യനായി പദം പഠിക്കുകയും ധന്യനായ ക്രിസ്തുവിൻ സദാ എന്നുള്ള നൽകുന്ന വേദന, എന്നുള്ള ശോധന നൽകുന്ന വേദന, വിഷമമുള്ള വേദിയോ വിലയും കരിയോ പൊന്നിയോ വിഷമമുള്ള ശരീരത്തെ ഹൃദയം കരുതലറിയുന്ന വ്യക്തമായി ഹൃദയം കരുതലറിയുന്ന അന്യനാൾ ഭൂമിലെന്നാൽ ധന്യനായ ക്രിസ്തുവിൻ സദാ അന്യനാൾ ഭൂമിലെന്നാൽ ധന്യനായ ക്രിസ്തുവിൻ സദാ സ്വർഗത്തിലെന്തനോ ഭദ്രം സുശോഭനം സ്വർഗത്തിലെന്തനോ ഭദ്രം ശുശോഭനം ഉലകത്തിന്റെ സ്ഥാപനം അതിനു മുമ്പ് യന്ധനം ഉലകത്തിന്റെ സ്ഥാപനം അതിനു മുമ്പ് യന്ധനം ഉന്നത ദൈവം ഉന്നറിഞ്ഞത ഉന്നത ക്രിസ്തുവിൽ ദൈവം ഉന്നറിഞ്ഞത അനാദിനാഥനേശു യന്ധനം അന്യനാൾ ഭൂമിലെന്നാൽ ധന്യനായ ക്രിസ്തുവിൻ സദാ അന്യനാൾ ഭൂമിലെന്നാൽ ധന്യനായ ക്രിസ്തുവിൻ ഓ നാളുകൾ കഴിയുമ്പോൾ നിത്യത പുലരുമ്പോൾ
തെളിയുമ്പോൾ ദൈവം ചെയ്തതൊക്കെയോ നന്മയ്ക്കെന്നു തെളിയുമ്പോൾ യുദ്ധമായി കരുതലറിയുന്ന യുദ്ധമായി ചിലതിൻ്റെ ഒന്നും അർത്ഥം ഇപ്പൊ പിടിയിട്ടില്ല, ചിലതിൻ്റെ ഒന്നും അർത്ഥം ഇപ്പൊ പിടിയിട്ടില്ല. എൻ്റെ ദൈവം എന്തുകൊണ്ട് എന്നോട് ഇങ്ങനെ ചെയ്തു? നമ്മളപ്പം ചോദിക്കുന്നത് എന്തുകൊണ്ട് ചെയ്തു? നാളുകൾ കഴിയുമ്പോൾ, നിത്യത പുലരുമ്പോൾ നിനക്ക് മനസ്സിലാവും അവനെല്ലാം നന്മയ്ക്കായി ചെയ്തു. വിശേഷം പ്രസംഗിക്കാൻ കത്തോലിക്കയിൽ നിന്നിറങ്ങിയ ഒരു ദൈവദാസിയും തൻ്റെ മോനും ബാംഗ്ലൂർ ശുശ്രൂഷ കഴിഞ്ഞിട്ട് വരുമ്പോൾ തടി കയറ്റി വന്ന് ലോറി ഇടിച്ചു. ഇത് പ്രസംഗിക്കാൻ നിന്നല്ല, ഞാൻ യാക്കോബിൻ്റെ ദൈവം പ്രസംഗിക്കാൻ തന്നെ സമയങ്ങളെടുക്കണം. എനിക്ക് അറിഞ്ഞുകൊണ്ട് ഡൈവേർട്ട് ചെയ്തു ദൂത പരിശുദ്ധാത്മാവ്. എന്തിനാണെന്നറിയില്ല. തടിക ലോറി ടൂറിസ്റ്റ് ബസ്സിലിടിച്ചു. എന്തായിരുന്നു പുള്ളിക്കാരുടെ പേര്? ആഞ്ചലി പോൾ. എൻ്റെ മോളുമായിട്ട് ഒത്തിരി കൂട്ടായിരുന്നു. ഇടിച്ചു കയറി ആ ദൈവദാസിയും ആ മോനും മരിച്ചു. ആ ഡെഡ് ബോഡിയുടെ മുമ്പിൽ നീ പാട്ട് ഞാൻ പാടി. എന്നെ വിളിച്ചു. അവിടെ പ്രസംഗിക്കാൻ ചെന്നപ്പോൾ ഞാൻ ഈ പാട്ട് പാടി. നമുക്കിപ്പം പിടിയിട്ടില്ല. എന്താ ഭർത്താവേ ഇങ്ങനെയൊക്കെ? ഇപ്പം പിടിയിട്ടില്ല കുഞ്ഞെ. പക്ഷെ നാളുകൾ കഴിയുമ്പോൾ, നിത്യത പുലരുമ്പോൾ നീ പറയേണ്ട ദൈവം എനിക്ക് വേണ്ടി സകലവും നന്മയ്ക്കായി ചെയ്തു. കൈയടിച്ച് ശക്തിയോടെ ദൈവത്തെ ശ്രദ്ധിച്ചോണ്ട് പറ. വാ തുറന്ന് ആത്മാവിൽ ദൈവത്തെ ശ്രദ്ധിച്ചു. കൈയടിച്ചാൽ ശക്തിയോടെ സ്വാതന്ത്ര്യം പറ. എന്റെ ദൈവം മോശമായി ഒന്നും ചെയ്യില്ല. രണ്ടാമത്തെ പദം ഞാൻ പറഞ്ഞത് മറക്കരുത്. 1000 പ്രാവശ്യം പറഞ്ഞാലും മതി വരാത്ത രണ്ടാമത്തെ പദം. ആദ്യ ഭാഗം ഞാൻ പറയും, രണ്ടാം ഭാഗം നിങ്ങൾ പറയണം. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ. കൈ ഉയർത്തി പറയുന്നത്, വാ തുറന്ന് പറ, ശക്തിയോട് പറ. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ, ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ. ഈ ലോകം മുഴുവൻ നിനക്ക് അനുകൂലം. ദൈവം നിനക്ക് പ്രതികൂലമാകുന്നതിനേക്കാൾ ഈ ലോകം മുഴുവൻ നിനക്കെതിരാണെങ്കിലും ദൈവം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ ജയം നിനക്ക്. അതാ ദാവീദ് പറഞ്ഞു, എനിക്ക് വിരോധമായി പാടയിൽ നിറങ്ങിയിരിക്കുന്ന 1000 ജനങ്ങളെ കണ്ട് ഞാൻ ഭയപ്പെടില്ല, കാരണം നീ എൻ്റെ കൂടെ ഉണ്ട്. ഞാൻ ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയ കാലം മുതൽ ദൈവം എന്നെ പഠിപ്പിച്ചൊരു കാര്യമുണ്ട്. ഒരു നേതാവും കൂടെ കാണില്ല, ഒരു പ്രസ്ഥാനവും കൂടെ കാണില്ല, ഒരു വ്യക്തിയും കൂടെ കാണില്ല. പക്ഷെ നിന്നെ വിളിച്ചിറക്കിയ ദൈവം നിന്നെ കൈവിടില്ല. ആ ഉറപ്പില ഇന്നുവരെ ഞാൻ നിൽക്കില്ല. ഒരുത്തനും കൂടെ കാണില്ല, പക്ഷെ ദൈവം തക്ക സമയത്ത് കാര്യമായില്ല, കൈവിടില്ല. കൈ ഉയർത്തി സ്തോത്രം പറഞ്ഞേ. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ അനുകൂലമാണ്. അതുകൊണ്ട് ദൈവം കൂടെ ഉണ്ടെന്ന് ഉറപ്പ് പ്രാപിച്ചോണം. വിശുദ്ധ ബൈബിളിലെ കൂടെ ഉപയോഗിക്കപ്പെടുന്ന ഒരു പദമാണ് യാക്കോബിന്റെ ദൈവം എന്ന പദം. യാക്കോബിന്റെ ദൈവത്തിന്റെ നാമത്തിന് ഉയർത്തട്ടെ. യാക്കോബിന്റെ ദൈവം സഹായമായി. യാക്കോബിന്റെ ദൈവത്തിന് പുത്രൻ മറന്നിട്ട്. യാക്കോബിന്റെ ദൈവം ഒരു ഇസ്രായേലിയന് ആരാധനയ്ക്കായി വരുമ്പോൾ കൂടെ ഉപയോഗിച്ചിരുന്ന പദമാണ് യാക്കോബിന്റെ ദൈവം. വിശ്വാസവീരനായ അബ്രഹാമിന്റെ പേര് പറഞ്ഞു, വിശുദ്ധി സൂക്ഷിച്ച യോസഫിന്റെ പേര് പറഞ്ഞു, അനുസരണം തികഞ്ഞവനായി ഇസ്ഹാക്കിന്റെ പേര് പറഞ്ഞു. വരുന്നതിനേക്കാൾ കൂടുതൽ ഇസ്രായേലിൻ ദിവസം വരുമ്പോൾ പറഞ്ഞ പദമാണ് യാക്കോബിന്റെ ദൈവം.
അതിന്റെ അർത്ഥം, ദൈവമേ, നിന്റെ സന്നിധിയിൽ വരുമ്പോൾ എനിക്ക് പറയാൻ അബ്രഹാമിന്റെ വിശ്വാസമില്ല, യോസഫിന്റെ വിശുദ്ധിയില്ല, ഇസഹാക്കിന്റെ അനുസരണമില്ല. കളിപ്പീരുകാരനായ യാക്കോബിനെ, ഭായിയായ യാക്കോബിനെ അനുഗ്രഹിച്ച ദൈവമേ, എന്നെ കൈവിടല്ലേ. എനിക്ക് അബ്രഹാമിന്റെ വിശ്വാസം പറയാനില്ല, എനിക്ക് ഇസഹാക്കിന്റെ അനുസരണം പറയാനില്ല, എനിക്ക് യോസഫിന്റെ വിശുദ്ധി പറയാനില്ല. ചെറിയാൻ സാറ് പാടി, തോൽവിയേ ഉള്ളൂ എന്നെ നോക്കിയ കാൽവറിയിലെ വിജയി, നീ എന്നെ കൈവിടല്ലേ. ഇന്നത്തെ നമ്മുടെ ഉപവാസപ്രാർത്ഥന 4 ഉപവാസപ്രാർത്ഥനയുടെ 4ാമത്തെ ദിവസം ഈ ഹോളിൽ വന്ന ദൈവവേദിയിലെ യോഗ്യത പറഞ്ഞ ആർക്കും ദിവസം അടുക്കാൻ കഴിയില്ല. നമ്മുടെ അയോഗ്യതകൾ കണക്കിടാത്ത ദൈവത്തിന്റെ അതാണ് ദാവീദ് പാടി, ഞാനോ നിന്റെ കൃപയുടെ മുഖത്തുണ്ടോ. നിന്റെ കൃപയുടെ മുഖത്തും യോഗ്യത നോക്കിയാൽ ഇവിടെ കയറാൻ പോലും കഴിയില്ല. ഈ രാവിലെ വരെ നീയും നിന്റെ കുഞ്ഞുങ്ങളും നിന്നത് യോഗ്യതയുടെ അടിസ്ഥാനത്തിലല്ല, കൃപയുടെ അടിസ്ഥാനത്തിൽ. അത്രേ. എന്നാണ് യാക്കോബിന്റെ ദൈവത്തിന്റെ പ്രത്യേകത. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഞാൻ മടങ്ങും ദൈവം എന്ന പുസ്തകം ഞാൻ എഴുതിയിട്ടുണ്ട്. അതിൽ നമ്മുടെ ദൈവത്തിൻ്റെതായി ഒത്തിരി പ്രത്യേകതയുണ്ട്. അടിസ്ഥാനപരം 30-ലധികം പ്രത്യേകത ഞാൻ എഴുതി. 12 കാര്യം പറയാം യാക്കോബിന്റെ ദൈവത്തിന്റെ പ്രത്യേകത. യെശയ്യാ 43-ാം അധ്യായം 1-ാം വാക്യം. യെശയ്യാ 43:1. ഇപ്പോഴോ യാക്കോബേ, ഇപ്പോഴോ യാക്കോബേ, നിന്നെ നിർമ്മിച്ചവനും ഇസ്രായേലിനെ നിന്നെ സൃഷ്ടിച്ചവനുമായ യഹോവ. അപ്പോൾ യാക്കോബിന്റെ ദൈവത്തിന്റെ 1ാമത്തെ പ്രത്യേകത, യാക്കോബിന്റെ ദൈവത്തെ അവൻ നിർമ്മിച്ചതല്ല, അവനെ നിർമ്മിച്ചവനാണ്. നമ്മുടെ ദൈവം നാം സൃഷ്ടിച്ച ദൈവമല്ല, നമ്മെ സൃഷ്ടിച്ച ദൈവമാണ്. നമ്മുടെ ദൈവം നാം സൂക്ഷിക്കുന്ന ദൈവമല്ല, നമ്മെ സൂക്ഷിക്കുന്ന ദൈവമാണ്. നമ്മുടെ ദൈവം നാം ചുമക്കുന്ന ദൈവമല്ല, നമ്മെ ചുമക്കുന്ന ദൈവമാണ്. നമ്മുടെ ദൈവം നമ്മുടെ ദാനം കൊണ്ട് ജീവിക്കുന്നവനല്ല, നമുക്ക് ദാനമായി സകലവും തരുന്ന ദൈവമാണ്. നമ്മുടെ ദൈവം നമ്മുടെ രക്തം ഊറ്റി കുടിക്കുന്ന രക്തദാഹിയല്ല, നമുക്ക് രക്തം നൽകി നമ്മെ വിലയ്ക്ക് വാങ്ങിയവനാണ്. നമ്മുടെ ദൈവം ജീവൻ സ്വരൂപിയല്ല, അവൻ സുന്ദര സ്വരൂപിയാത്രേ. ശക്തിയോടെ സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിച്ചാണ്. ഇതിനെല്ലാം തെളിവുണ്ട്. യെശയ്യാ 46-ാം അധ്യായം 1 മുതൽ വാക്യങ്ങൾ വായിച്ചാണ്. യെശയ്യാ 46. യെസ്. അടുത്തത് കണ്ടോ? മതി. നമ്മൾ ഇന്ത്യയിൽ നിന്ന് കേരളത്തിൽ നിന്ന് വന്നവരാണ്. അവിടെ എഴുതിയിരിക്കുന്നത് നമുക്ക് മനസ്സിലാകും. അവരുടെ വിഗ്രഹങ്ങളെ മൃഗങ്ങളുടെ പുറത്ത് കയറ്റിയിരിക്കുന്നു, കന്നുകാലികളുടെ പുറത്ത് കയറ്റിയിരിക്കുന്നു. അവരുടെ ദൈവങ്ങളെ അവർ ചുമന്നുകൊണ്ട് നടക്കുക, അവർ ചുമക്കുക. അവരുടെ ദൈവങ്ങൾ അവർക്കൊരു ഭാരമാണ്. എന്നിട്ട് പറയാണ്, യാക്കോബ് ഗൃഹമേ, ഇസ്രായേൽ ഗൃഹമേ, ഗർഭം മുതൽ വഹിക്കപ്പെട്ടവരും ഉദരം മുതൽ ചുമക്കപ്പെട്ടവരുമായ യാക്കോബ് ഗൃഹവും ഇസ്രായേൽ ഗൃഹത്തിൽ ശേഷിക്കുന്ന എല്ലാവരുമായുള്ളവരെ എൻ്റെ വാക്ക് കേൾപ്പീൻ. നിങ്ങളുടെ വാർദ്ധക്യം വരെ ഞാൻ അനങ്ങി, നിങ്ങൾ നരയ്ക്കുമ്പോഴും ഞാൻ നിങ്ങളെ ചുമക്കും. നമ്മുടെ ദൈവം നാം ചുമക്കുന്നവനല്ല, നമ്മെ ചുമക്കുന്നവനാ. ശക്തിയോടെ സ്വന്തം പറഞ്ഞ് എവിടെ മുതലാ വഹിക്കാൻ ചുമക്കാൻ തുടങ്ങി? അമ്മയുടെ ഗർഭം മുതൽ. നീ ഉലകത്തിൽ ഉരുവാകും മുമ്പ്, രമ്യാവിനോട് പറഞ്ഞു, നീ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകും മുമ്പ് ഞാൻ നിന്നെ അറിഞ്ഞു. എന്തോ അറിയോ? നീ അമ്മയുടെ ഉദരത്തിൽ ഇരിക്കുമ്പോൾ ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചു. അപ്പം പേരിടുന്ന മുമ്പ് തമ്പുരാനിട്ടെന്ന്, അമ്മ പേരിടും മുമ്പ് നിനക്ക് പേര് തമ്പുരാനിട്ടെന്ന്. ഗർഭം മുതൽ വഹിക്കപ്പെട്ടവരും ഉദരം മുതൽ ചുമക്കപ്പെട്ടവരും
സ്ലാറ്റവും യാക്കോബ് പ്ലേസ് ചെയ്ത് എല്ലാവരും എൻ്റെ വാക്ക് കേൾപ്പി. നിങ്ങളുടെ വാർത്തയ്ക്കാൻ വരെ പറഞ്ഞാട്ടെന്നേ ഞാൻ നിങ്ങളെ നരയ്ക്കുമ്പോഴും നരച്ചാലിച്ചു. എനിക്കത് ഒക്കെ വായിക്കുമ്പോൾ ഇഷ്ടമാണ്. അതിൻ്റെ അർത്ഥം നീ എനിക്കൊരധികം പറ്റല്ല, നീ എനിക്ക് അധികം പറ്റല്ല, നരച്ചാലും ഞാൻ ചുമക്കും. അനേകം പോലമ്മമാർ മക്കൾക്ക് അധികപ്പറ്റാകുന്ന കാലത്തിൽ തമ്പുരാൻ പറയാ, കുഞ്ഞേ നീ എനിക്കൊരധികപ്പറ്റല്ല, കാലം എത്ര പോയാലും ഞാൻ നിന്നെ ചുമക്കും, ഞാൻ നിന്നെ വഹിക്കും. എവിടെ മുതലാ വഹിക്കാൻ തുടങ്ങി? അമ്മയുടെ ഉദരം മുതൽ. അതാണ് 71 സങ്കീർത്തനക്കാരൻ പറഞ്ഞു, 71 സങ്കീർത്തനം 5-ാം വാക്യം, 71 സങ്കീർത്തനം 5-ാം വാക്യം, യഹോവയായ കർത്താവേ നീ എൻ്റെ പ്രത്യാശയാകുന്നു, ബാല്യം മുതൽ നീ എൻ്റെ ആശ്രയം തന്നെ. എന്നെ വായിച്ചു, ഗർഭം മുതൽ കണ്ടോ നീ എന്നെ താങ്ങി, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് എന്നെ എടുത്തവൻ നീ തന്നെ. എവിടെ മുതൽ ചുമക്കാൻ തുടങ്ങി? അമ്മയുടെ ഉദരം മുതൽ. സ്തോത്രം. ഇവിടെ ഒത്തിരി പ്രത്യേകത ഉണ്ടെങ്കിൽ ഇന്ന് നമ്മൾ പ്രധാനമായി പഠിക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ദൈവത്തിൻ്റെ ഒരു പ്രത്യേകത, യാക്കോബിൻ്റെ ദൈവത്തിൻ്റെ പ്രത്യേകത. യാക്കോബ് അവിശ്വസ്തനായാലും അവൻ്റെ ദൈവം വിശ്വസ്തനായി മാറും. കൈ ഉയർത്തി ശക്തിയോട് സ്തോത്രം പറഞ്ഞാൽ, നാം അവിശ്വസ്തരായാലും നമ്മുടെ ദൈവം വിശ്വസ്തനായി. വായിക്കാം ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം 10-ാം വാക്യം. യാക്കോബിന്റെ ദൈവത്തിന്റെ പ്രധാന പ്രത്യേകത. ഇതിന്റെ ബാക്കി പിന്നെ വായിച്ചാൽ മതി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇനി നോക്കിയാട്ടെ നമ്മൾ വായിക്കാൻ പറഞ്ഞാൽ പിന്നെ നോട്ടം തന്നെ അതിനകത്തുണ്ട്. മിക്കവാറും അതിലോട്ടങ്ങ് വീഴും. കുറിച്ചെടുത്ത് കഴിഞ്ഞാൽ ഒന്നുമില്ല. എനിക്ക് നിങ്ങളുടെ മുഖത്ത് നോക്കി പ്രസംഗം, അതായത് നോക്കുന്നത്. അരക്കപ്പ് പായസം കൊടുത്ത് അച്ചാച്ചനെയും ആട്ടിറച്ചി കൊടുത്ത് അപ്പച്ചനെയും കളിപ്പീരുകാരനായ യാക്കോബ് അമ്മാച്ചൻ്റെ വീട്ടിലേക്ക് കൂടിപ്പോയി. ലൂസ് എന്ന സ്ഥലത്തെത്തിയപ്പോൾ ആ പാടെ പുള്ളിക്കോ ലൂസായി. കാരണം എന്താ? സൂര്യൻ അസ്തമിച്ചു, ഇരുട്ട് വ്യാപിപ്പാൻ തുടങ്ങി. ഓടിയതും അധ്വാനിച്ചതും വൃഥാവായെന്ന് യാക്കോബിന് തോന്നി. കാരണം വീട് വിട്ട് ഇതുവരെ അവൻ പുറത്തിറങ്ങിയിട്ടില്ല. വനസഞ്ചാരിയായ ജ്യേഷ്ഠൻ അവൻ്റെ പ്രകാരമുണ്ട്. ഹിംസജന്തുക്കളുടെ ശബ്ദം അവൻ്റെ കാതിൽ കേൾക്കാൻ തുടങ്ങി. യാക്കോബിന് തോന്നി, ഞാൻ ഓടിയതും അധ്വാനിച്ചതും വൃഥാവായി, ഇവിടെ ഞാൻ അവസാനിക്കും, ഇവിടെ ഞാൻ തീരും. സൂര്യൻ അസ്തമിച്ചു. ഇന്ന് രാവിലെ ഹോളിൽ വന്ന ദൈവത്തിലെ സൂര്യൻ അസ്തമിക്കുന്നതും പ്രതീക്ഷകളുടെ സ്ഥാനത്താകുന്നതും സകല വാതിലും അടയപ്പെടുന്നതും അവിടെ നീതി സൂര്യൻ നിനക്ക് വേണ്ടി ഉദയിക്കുന്നത്. ഒന്നുകൂടെ പറയാം, സൂര്യൻ അസ്തമിക്കുന്നത്, പ്രതീക്ഷകളുടെ സ്ഥാനത്താകുന്നത്, ഹല്ലേലൂയ, വാതിൽ അടയപ്പെടുന്നത്, ദൈവപ്രവൃത്തി നിനക്ക് വേണ്ടി ആരംഭിക്കും. സകല വാതിലും കൊട്ടിയടക്കപ്പെടുമ്പോൾ ഒറ്റ പുത്തൻ വഴി നിനക്കായി ദൈവം തുറക്കും. കടങ്ങളടിച്ച ശക്തിയോട് അന്യഭാഷയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിയാണ് സൂര്യൻ അസ്തമിക്കുന്നത്. പ്രതീക്ഷകളുടെ സ്ഥാനത്താകുന്നത്, ആശകൾ നിരാശകളാകുന്നത്, പ്രതീക്ഷകളുടെ സ്ഥാനത്താകുന്നത്, അവിടെ ദൈവപ്രവൃത്തി ആരംഭിക്കും. ഹല്ലേലൂയ. ഐശ്വര്യമായിട്ടായിരിക്കും അവന്റെ കണ്ണ് മേലോട്ട് ഉയർന്നു. യാക്കോബ് അതിനു മുമ്പ് പ്രാർത്ഥിച്ചതായി എന്റെ ബൈബിളിലില്ല. വിശുദ്ധ ബൈബിൾ പറയും, ഞാൻ എന്റെ കണ്ണ് എനിക്ക് സഹായം. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു തോന്നുന്നു, പ്രാർത്ഥിക്കാത്തവനെ പ്രാർത്ഥിപ്പിക്കാൻ ദൈവത്തിന് അറിയാം, കരയാത്തവനെ കരയിപ്പിക്കാൻ ദൈവത്തിന് അറിയാം, മേലോട്ട് നോക്കാത്തവനെ നോക്കിക്കാൻ ദൈവത്തിന് അറിയാം. ദൈവത്തോട് മൽപ്പിടുത്തത്തിന് പോകരുത്. ദൈവത്തോട് ബലം പ്രയോഗിക്കാൻ നീ ഇട നൽകരുത്. ബലം പഠിച്ചാൽ ആര് ജയിക്കും? ദൈവം ജയിക്കും. നീ എന്നെ സമ്മതിപ്പിച്ചു, ഞാൻ സമ്മതിച്ചു പോയി. ഒരു 2 നില കെട്ടിടത്തിന് മുകളിൽ നിന്ന് പണിതുകൊണ്ടിരുന്ന ഒരാളുടെ ടൂള് താഴെ വീണ സാധനം. വയലിൽ താഴെ വന്ന് ഇതിറങ്ങി എടുത്തോണ്ട് പോകാതിരിക്കാൻ വേണ്ടി
താഴെക്കൂടെ പോയ ആളുകളുടെ ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടി മേളിൽ നിന്ന് അയാൾ ആദ്യം ഒരു $5 താഴോട്ട് ഇട്ടു. നടന്നു പോയ പുള്ളി 4 വശം നോക്കി പോക്കറ്റിലെടുത്തിട്ടിട്ടങ്ങ് പോയി. പിന്നൊരുത്തൻ്റെ മുമ്പിൽ ഒരു $10 ഇട്ടു. അവനും ആരെങ്കിലും കാണുന്നതെന്ന് നോക്കി അത് പോക്കറ്റിലിട്ടു. മൂന്നാമതൊരുത്തന് $20 ഇട്ടു. അവനും 4 വശം നോക്കിപ്പോയി. വേറൊരുത്തൻ വന്നപ്പോൾ പുള്ളി അവിടെ നിന്ന് ഒരു കല്ലെടുത്ത് വരെ തലയിലോട്ട് ഇട്ടു. അവൻ മേളോട്ട് നോക്കി, ജോയൽ പാസ്റ്റർ, ഡോളറും പൗണ്ടും ഇവിടുത്തെ പൈസ വരുന്ന ദിറാംസും ഒക്കെ കിട്ടുമ്പോഴേ വിസയിലിട്ടുകൊണ്ട് പോയാൽ മേളോട്ട് നോക്കാൻ ദൈവം കല്ലിടുമോ? സ്വതന്ത്രം സ്വതന്ത്രം എല്ലാം സുഗമമായി പോകുമ്പോൾ ഒരു കുഴപ്പമില്ല. കരയാത്തവനെ കരയിപ്പിക്കാൻ ദൈവത്തിനറിയാം. പ്രാർത്ഥിക്കാത്തവനെ പ്രാർത്ഥിപ്പിക്കാൻ ദൈവത്തിനറിയാം. മോളോട്ട് നോക്കാത്തവനെ നോക്കിക്കാൻ ദൈവത്തിനറിയാം. ജീവിതത്തിൻ്റെ ഏകാന്തതയിൽ യാക്കോബ് ദർശനം കാണും. വലിയൊരു സ്തോത്രം പറഞ്ഞിട്ടുണ്ട്. ഈ രാവിലെ ഹോളിൽ വന്ന ദൈവമിതിലേ, നിന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏകാന്തതകൾ, ഒറ്റപ്പെടുത്തലുകൾ, തള്ളിക്കടയുകൾ നിന്നെ തകർത്ത് കളയാൻ വേണ്ടിയുള്ളവയല്ല, പുതിയ ദർശനം നൽകി നിന്നെ വഴി നടത്താൻ വേണ്ടിയുള്ളവയാണ്. ഈ ജീവിതയാത്രയുടെ ഏകാന്തതകൾ ഉണ്ടാകുമ്പോൾ, ഒറ്റപ്പെടുത്തൽ ഉണ്ടാകുമ്പോൾ, തള്ളിക്കടയുണ്ടാകുമ്പോൾ, വേദനകൾ ഉണ്ടാകുമ്പോൾ, എന്തുകൊണ്ട് ഇത് വന്നു എന്ന് ദൈവത്തെ ചോദ്യം ചെയ്യാതെ മുട്ടിന്മേൽ നിൽക്കുക, കരയാൻ തുടങ്ങുക, പ്രാർത്ഥിക്കാൻ തുടങ്ങുക. വേദന സമീപമാണുള്ളത്. ദൈവം നിന്നെ അറിയിക്കും. നിന്റെ കുടുംബത്തിനുള്ള കൂട്, നിന്റെ കുഞ്ഞുങ്ങൾക്കുള്ള കൂട്, നിന്റെ സഭയ്ക്കുള്ള കൂട്, നിന്റെ ദേശത്തുള്ള കൂട് ദൈവം നിന്നെ വരവേൽപ്പിക്കും. കഷ്ടതകളെ ദർശനമേറ്റുവാങ്ങുന്ന ദൈവമക്കൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഒരിക്കൽ കൂടെ പറയാ, നിന്നെ തകർക്കാനുള്ള വേദന, നിന്നെ മുടിക്കാനുള്ള ശോധന, നിന്നെ കൊണ്ടാക്കി പുറത്തു കൊണ്ടുവിടുന്നത് ഈ ശോധന. ശക്തിയോട് കരങ്ങളടിച്ച ഭാഷ ദൈവത്തെ ആരംഭിച്ചാണ്. യേശുവിന്റെ നാമത്തിൽ പറ, എന്നെ മുടിക്കാനല്ല, എന്നെ തകർക്കാനല്ല, പുതിയ ദർശനത്തെ ഈ ഏകാന്തത. ജീവിതത്തിന്റെ ഏകാന്തതകളിൽ യാക്കോബ് ദർശനം കാണുകയാണ്. കാരണം യാക്കോബിനെ തനിയെ ദൈവത്തിന് കിട്ടണമായിരുന്നു. എന്നെ മുഖത്തോട് നോക്കൂ. യാക്കോബിന്റെ ഈ പ്രതിസന്ധിയിൽ അവന്റെ അപ്പൻ അവനെ സഹായിക്കാൻ ആഗ്രഹിച്ചാലും നടക്കുമോ? അവനെവിടാന്നറിയാവോ? GPS ഉണ്ടോ? ഇല്ല. കാട്ടിൽ, അതെ, വൺകാട്ടിൽ കല്ലിന്മേൽ. ആ പാട്ടൊക്കെ ഉണ്ടല്ലോ. അപ്പന് സഹായിക്കാൻ കഴിയില്ല. കളിപ്പിക്കാൻ എല്ലാ സ്കെച്ചും പ്ലാനും ഒക്കെ പകർന്നെടുത്ത് അട്ടർച്ചിയും കൊണ്ടുവന്ന് അപ്പച്ചനൊക്കെ കളിപ്പിച്ച് വാങ്ങിച്ചു കൊടുത്ത് അമ്മയ്ക്ക് സഹായിക്കാനുണ്ടെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിലും ഒക്കില്ല. ഇനി ചേട്ടൻ ശത്രുവാ. പക്ഷെ ഇപ്പം ഒന്ന് സഹായിക്കാൻ ഏശാവിനൊക്കോ? ഒക്കില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത, മക്കളെ, ജീവിതത്തിൽ ആർക്കും നമ്മളെ സഹായിക്കാൻ കഴിയാത്ത രംഗത്ത് നമ്മൾ എത്തും. നമ്മുടെ പണത്തിനോ, നമ്മുടെ സ്വാധീനതയ്ക്കോ, നമ്മുടെ പിടിപാടിനോ നമ്മളെ സഹായിക്കാൻ കഴിയാത്തൊരു രംഗത്ത് നമ്മളെത്തും. അവിടെ നമ്മളെ സഹായിക്കാൻ ഇറങ്ങി വരുന്നൊരു കരമുണ്ട്. അതാണ് യാക്കോബിന്റെ ദൈവത്തിന്റെ കരം. സഹായമാണ് നമ്മളെപ്പോഴും ഓർക്കണം മക്കളെ. എല്ലാ സ്വാധീനതയ്ക്കും പിടിപാടും ഒന്നും ചെയ്യാൻ കഴിയാത്ത നിസ്സഹായ അവസ്ഥകളിൽ നമ്മളെത്തും. ഞാൻ സൂക്ഷിച്ച ഒരു സഭയിൽ, എല്ലാ സഭയും ഞാൻ സ്ഥാപിച്ച സഭയിൽ ഞാൻ സൂക്ഷിച്ചത്, അലോ അറിയാതിരിക്കും അങ്ങനെ പറഞ്ഞോളൂ. 40 വർഷം സൗദി അരൻകോ കമ്പനിയിൽ ജോലി ചെയ്ത അച്ഛൻ, അദ്ദേഹത്തിൻ്റെ വൈഫ് സ്കൂൾ അധ്യാപികയാണ്, ഹൈസ്കൂൾ അധ്യാപികയാണ്. അദ്ദേഹത്തിൻ്റെ 3 മക്കൾ ഹൈ പൊസിഷനിൽ ജോലി ചെയ്തവരാണ്, വിദേശ രാജ്യങ്ങളിൽ. ഒരു ദിവസം രാവിലെ അമ്മാമ്മ സ്കൂളിൽ പഠിപ്പിക്കാൻ പോകുമ്പോൾ ഒരു വളവിൽ ബസ് കയറിയാൽ പോകുന്ന ബസ് കാത്ത് നിൽക്കുമ്പോൾ പാറ കയറ്റി വന്ന ലോഡ് ഭയങ്കര പാറ എന്തായാലും വന്നല്ലേ ട്രബിൾ കയറ്റി വന്ന ഒരു ലോറി ആ വളവിലെ ഭിത്തി കിട്ടി അമ്മാമ്മ ഞെരുക്കിയിട്ടിട്ട് അങ്ങ് പോയി. ഇവിടെ കണ്ട് വന്ന വെട്ടിയോട്ടക്കാരോ ആരോ അമ്മാമ്മയെ കോരിയിട്ടു. കാലോ കയ്യോ ഒക്കെ 3-4 ഒടിഞ്ഞു. ഒക്കെ എടുത്ത് അവിടെ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടിട്ടു.
രക്തം വാർന്നിങ്ങനെ കിടക്കുമ്പോൾ അവർ പറഞ്ഞ പദം ഞാൻ എൻ്റെ മുഖത്തോട് നോക്കും മക്കളെ. രക്തം വാർന്ന് കിടക്കുമ്പോൾ, കിടുകിടുപ്പാണിങ്ങനെ വിറച്ചുകൊണ്ട് കിടക്കുമ്പോൾ, അപ്പുറത്തിരുന്ന് ഉമ്മാച്ചി, ഒരു മുസ്ലിം തള്ള, ഇവിടെ തോളയിട്ടൊരു ഒറ്റത്തോർത്ത് മുറുക്കാൻ കറ ഉരുണ്ടത്. ഇവര് ഞാൻ കിടുകിടുത്ത് കിടക്കുന്ന കണ്ട് തോളയെന്നെടുത്ത് ഇങ്ങനെ എറിഞ്ഞു കൊടുത്തു. ആ മാമ അത് വാങ്ങി ദേഹത്ത് പുതച്ചു. അവർ പറഞ്ഞ അച്ചായൻ കൊണ്ടുവന്ന 100 കണക്കിന് പുതപ്പ്, ബെഡ്ഷീറ്റ് അലമാരയിരിപ്പുണ്ട്. മക്കൾ കൊണ്ടുവന്ന 100 കണക്കിന് ബെഡ്ഷീറ്റുകൾ, പേർഷ്യൻ ബെഡ്ഷീറ്റുകൾ ബെഡ്റൂമിലുമുണ്ട്, കബോർഡിലുണ്ട്. പക്ഷെ എൻ്റെ അത്യാവശ്യത്തിൽ എൻ്റെ കിടുകിടുപ്പ് മാറ്റിയത് ഒരു തള്ള ജനിട്ട് നിന്ന് ഒറ്റത്തോർത്ത. അഹങ്കരിക്കരുത്, ഒന്നും കണ്ട് നിഗളിക്കരുത്. അത്യാവശ്യത്തിൽ സഹായിക്കാൻ വഴിപോക്കനെ ചിലപ്പോൾ കാണത്തുള്ളൂ. ആകാശത്തൂടെ പറക്കുന്ന പറവയെ പോലും നിസാരമായി കാണരുത്. വെള്ളപ്പൊക്ക സമയത്ത് ഞാൻ കണ്ടൊരു കാഴ്ച, പോയോ മോനെ, പോയോ, ജീവൻ പോയോ എൻ്റെ? ഇടയ്ക്കിടയ്ക്ക് എൻ്റെ കാറ്റ് പോകുന്നവർ ചില മൈക്കൊക്കെ ചില വിശ്വാസികളെ കൊണ്ട ഇടയ്ക്കിടയ്ക്ക് ഗ്യാസുണ്ട്. പിന്നെ ചില മൈക്ക് ആഞ്ഞു പറഞ്ഞ ഇടപാട്. എത്ര നാളെ ഞങ്ങൾ ഇരിക്കുന്നു, ഇച്ചിരി ശബ്ദം ഉയർത്തിയാൽ പോയി. ഇങ്ങനൊന്നും ആകരുതെന്ന് വിശ്വാസി കേട്ടോ, ഈ മൈക്കിനെ പോലെ ആകരുതെന്നാണ് പറഞ്ഞത്. ഒരു ചപ്പൽ എന്താ പറഞ്ഞു, ചെരുപ്പ്, പ്ലാസ്റ്റിക്, അതിന് എന്താ പറയുക, അതിന് വള്ളിയില്ല. വള്ളി പോയതാ. വള്ളിയില്ലെങ്കിൽ 2 ചെരുപ്പ് വേണം, വള്ളിയില്ലെങ്കിൽ ഉപയോഗിക്കാനൊക്കത്തില്ല. പക്ഷേ ഈ ഒറ്റ ചെരുപ്പ് 3 കോഴിക്കുഞ്ഞുങ്ങൾ വെള്ളപ്പൊക്ക കാലത്ത് കയറി ഇതിങ്ങനെ വള്ളത്തെ പോലെ രക്ഷപ്പെടുത്തി. വള്ളി പൊട്ടിപ്പോയ, ഒന്നിനും കല്ലാതെ ആരാണ്ട് വലിച്ചെറിഞ്ഞ ആ ഒറ്റ ചെരുപ്പ് കൊണ്ടും ഉപയോഗം വന്നു. ഞാൻ ഇന്നലെ പറഞ്ഞു, ഒന്നുകൂടെ ആവർത്തിക്കുക. നിന്റെ വായിൽ തൊട്ടടുത്തിരുന്ന് ആരാധിക്കുന്ന ഒരു ദൈവകുഞ്ഞിനെ നിസ്സാരമായി നീ കാണരുത്. നിന്റെ മുമ്പിലിരിക്കുന്ന ഒരു കുഞ്ഞിനെ നിസ്സാരമായി നീ കാണരുത്. അവരെന്താകുമെന്ന് നിനക്കറിഞ്ഞുകൂടാ. നിന്റെ കണക്കൂട്ടലുകളെയൊക്കെ തെറ്റിച്ച് അതിനപ്പുറത്തെത്തിക്കാൻ ദൈവത്തിന് കഴിയും. നിന്റെ പ്ലാനുകളെയൊക്കെ തെറ്റിച്ച് ഉയരങ്ങളെ എത്തിക്കാൻ ദൈവത്തിന് കഴിയും. ഒരു കണ്ണ് കാണാത്തത്, ഒരു ചെവി കേൾക്കാത്തത്, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നാത്തത് നിനക്കും നിന്റെ തലമുറയ്ക്ക് വേണ്ടി നൽകാൻ എന്റെ ദൈവശക്തനത്രേ. കൈയടിച്ച ശക്തിയോടെ ദൈവത്തെ ആരംഭിച്ചാണ് യേശുവിന്റെ നാമത്തിൽ പറ ഹല്ലേലൂയ. ഞാൻ പറയുന്നത്, നമ്മുടെ പണത്തിനോ സ്വാധീനതയ്ക്കോ പിടിപാടിനോ സമ്പത്തിനോ നമ്മളെ സഹായിക്കുവാൻ കഴിയാത്ത രംഗത്ത് ഇറങ്ങി വരുന്ന കരമാണ് യാക്കോബിന്റെ കരം. ആരും എനിക്കില്ലെന്ന് തോന്നിയപ്പോൾ അവൻ ഒരു ദർശനം കാണുകയാണ്. അവൻ കണ്ട ദർശനം ഭൂമിയിൽ നിന്ന് സ്വർഗത്തോളം എത്തി നിൽക്കോ വേണ്ടി അതിലൂടെ ആര് കയറും? ദൈവദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നു. എനിക്കാരുമില്ല എന്ന് യാക്കോബിന് തോന്നിയപ്പോൾ അവനെ സംരക്ഷിപ്പാൻ സന്നദ്ധരായി നിൽക്കുന്ന ഭൂതസംഘത്തെ ദൈവത്തിന് കാണിച്ചു കൊടുക്കും. ദൈവത്തിന്റെ പൈതലിനെ കരുതാൻ ദൈവത്തിന് 1000 വഴികളുണ്ട്. നീ ദൈവ പൈതലെങ്കിൽ നിന്നെ കരുതാൻ ദൈവത്തിന് ഒരു വഴിയല്ല, അനേക വഴികളുണ്ട്. കെരീത്തിലെങ്കിൽ കാക്ക നിന്നെ പുലർത്തും, സാരാപത്തിലെങ്കിൽ വിധവ നിന്നെ പുലർത്തും. ആർക്കും വന്നെത്താൻ കഴിയാത്ത രംഗത്ത് നീ എത്തുമ്പോൾ തന്റെ ദൂതനെ അവൻ തന്റെ ദൂതനെ നിനക്കയക്കും. ശബ്ദത്തോടെ ആരംഭിച്ചേ. ആരും വന്നെത്താത്ത തന്റെ ദൂതനെ അയക്കും.
നിന്നെ ഓർക്കുന്നൊരു സ്വർഗത്തിലുണ്ട്, നിന്നെ മറക്കാത്തൊരുവൻ സ്വർഗത്തിലുണ്ട്. പരമുള്ളിൽ നേരിടും നേരമെല്ലാം താങ്ങിടും. അതന്നെ ഒത്തിരി ഇത് വരുന്നത്. അത്രയൊന്നും വേണ്ട പോലെ, അത്രയൊന്നും വേണ്ട. പരമുള്ളിൽ നേരിടും പഠിക്കേ നേരമെല്ലാം താങ്ങിടും, സ്ഥലമില്ല നോക്കിടും നമ്മൾ പാടാൻ വേണ്ടി അങ്ങ് പാടരുത്. ഈ പാട്ടെല്ലാം അർത്ഥമറിഞ്ഞ് പാടണം. ധ്യാനിച്ച് പാടണം. അപ്പം നമ്മളറിയാതെ കണ്ണ് ഹൃദയമൊക്കെ നിറയും. ഞാൻ പാടുന്നതല്ല അങ്ങനെ, അതുകൊണ്ട് എൻ്റെ കണ്ണ് നിറയും. അനുഭവിച്ച് പാടുന്നത്. എന്താ പാടിയേ? നിന്റെ കുഞ്ഞക്കാലോ, അത് പാടുമ്പോൾ നിന്റെ കുട്ടിക്കാലം, കുഞ്ഞില്ലേ നിന്റെ കുഞ്ഞുകാലോ. സഹോദരങ്ങൾ തമ്മിൽ വഴക്കൊക്കെ ഉണ്ടാവില്ല. അവൻ പിടിച്ചു തള്ളും, താഴെ വീഴും, അല്ലെ ചേട്ടനോണം തട്ടിക്കൊണ്ടു പോകും. പിള്ളേർക്കൊക്കെ അറിയാം, അനിയത്തി തട്ടിക്കൊണ്ടു പോകും. അപ്പോൾ ഇരുന്ന് കരഞ്ഞൊരു രംഗമുണ്ട് അല്ലേ? കരയും. മോളിരുന്ന് കരയും, മോന് മോളിൽ പിള്ളേരെ വളർത്തിയൊന്നറിയാം. അപ്പോൾ ഈ അമ്മ ഇങ്ങോട്ട് വന്നിട്ട് കുഞ്ഞിനെ ഇങ്ങനെ മാറോട് ചേർത്ത് പിടിച്ചിട്ട് കണ്ണുനീര് തുടച്ചിട്ട് സാരമില്ല മോളെ, ഓട്ടുമലേ സാരമില്ല. ആരെങ്ങും ഓർക്കണം, ഈ മരുഭൂമിയിൽ വന്ന കാലങ്ങൾ എത്രയോ സന്ദർഭങ്ങളിൽ അപ്പനടുത്തില്ലാതെ, അമ്മയടുത്തില്ലാതെ, സഹോദരങ്ങൾ ആരും അരികിലില്ലാതെ തനിയേ ഇരുന്ന് കരഞ്ഞിട്ടില്ലേ? തനിയേ വേദനപ്പെട്ടിട്ടില്ലേ? ആരും അരികിലില്ലാതെ തനിയേ ഇരുന്ന് കരഞ്ഞപ്പോ നിന്റെ പ്രാണപ്രിയൻ, നിന്റെ വീണ്ടെടുപ്പുകാരൻ, നിന്റെ കർത്താവ് നിന്നെ ചേർത്ത് പിടിച്ചിട്ട് മോനെ എന്ന് പറഞ്ഞില്ലേ? സാരമില്ല മോളെ എന്ന് പറഞ്ഞില്ലേ? അത് ഓർക്കണം മോനെ. പരമുള്ളിൽ നേരിടും നേരമെല്ലാം താങ്ങിടും, ഭാരമുള്ളിൽ നേരിടും നേരമെല്ലാം താങ്ങിടും, സാരമില്ല കണ്ടോ ഞാൻ വാടി വീഴാറോടുവാൻ അഭിഷേകങ്ങളോടെ തീർന്നു പോകണമല്ലോ. വായിച്ചേ, അതിൻ്റെ മീതെ നിന്ന് കൊണ്ടേക്കോവ. അപ്പൊ ആരുമില്ലെന്ന് തോന്നിയപ്പോൾ അവനെ സംരക്ഷിപ്പാൻ സന്നദ്ധരായി നിൽക്കുന്ന ദൂരസംഘത്തെ ദൈവം കാണിച്ചു കൊടുത്തു. എന്നിട്ട് അതിന് മീതെ നിന്ന് യഹോവയെ വിളിച്ചത് വേഗത്തിൽ വായിച്ചാട്ട്, ഞാൻ നിന്റെ പിതാവായ അബ്രഹാമിന്റെ ദൈവവും ഇസ്ഹാക്കിന്റെ ദൈവമായ യഹോവയാകുന്നു.
യാക്കോബിന്റെ ദൈവം തന്നെ പരിചയപ്പെടുത്തുകയാണ്. പിന്നെ വായിച്ചാൽ മതി. പരിചയപ്പെടുന്നു. യാക്കോബേ, നിനക്കെന്നെ അറിഞ്ഞുകൂടാ. ഞാൻ ആരാണെന്ന് നിനക്കറിയാമോ? ഞാൻ നിന്റെ വല്യപ്പച്ചന്റെ ദൈവം. നിനക്കെന്നെ അറിഞ്ഞുകൂടാ. ഞാൻ ആരാണെന്ന് നിനക്കറിയാമോ? ഞാൻ നിന്റെ പപ്പയുടെ ദൈവമാ, ഇസഹാക്കിന്റെ ദൈവമോ. യാക്കോബേ, നിനക്കെന്നെ അറിഞ്ഞുകൂടാ. ഒന്നുമില്ലായ്മയില്ലെന്ന്, കരുതയ പട്ടണമായി ഉള്ളില്ലെന്ന് നിന്റെ വല്യപ്പച്ചനെ വിളിച്ചിറക്കിയവനാണ് ഞാൻ. അവന് വേണ്ടി മരുഭൂമിയാത്രയിൽ വേണ്ടതെല്ലാം കരുതിയവനാണ് ഞാൻ. ഞാൻ നിന്റെയും ദൈവമാണ്. യാക്കോബേ, നിനക്കെന്നെ അറിഞ്ഞുകൂടാ. ഞാൻ നിന്റെ അപ്പന്റെ ദൈവമാണ്. നിന്റെ അപ്പൻ ഇസഹാക്കിന്റെ ദൈവമാണ് ഞാൻ. മോറിയായുടെ ഉന്നതിയിൽ കൈമാലുകൾ ബന്ധിക്കപ്പെട്ടവനായി ഒരു യാഗവസ്തുവായി മാറേണ്ട അവസ്ഥയിൽ നിന്റെ അപ്പനായി ഇസഹാക്കിന് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിച്ച ദൈവമാണ് ഞാൻ. ഞാൻ നിന്റെയും ദൈവമാണ്. ഓ, ശക്തിയോട് പറയാ. എന്തോ ഒരു അനുഗ്രഹിക്കപ്പെട്ട കുടുംബം. 3 തലമുറകളായി അവർ ദൈവത്തെ ഏതോ ഇതുണ്ടാകുന്നല്ലോ, ക്ലിയർ ചെയ്തേ, സൗണ്ട് ചെറി പോകുന്നു. 3 തലമുറകളായി അവർ ദൈവത്തെ സേവിക്കുകയാണ്. വല്യപ്പച്ചന്റെ ദൈവം, അപ്പന്റെ ദൈവം, എന്റെ ദൈവം. വല്യപ്പച്ചന്റെ ദൈവം, പപ്പയുടെ ദൈവം, എന്റെ ദൈവം. അടുത്ത ദിവസം ഞാൻ അതിനു വേണ്ടി മാത്രം ഒരു ദിവസം ശേഷം ഇരിക്കുന്നു. രാവിലെ ഞാൻ നിന്നോട് പറയാം, നിന്റെ തലമുറ അങ്ങനെ പറഞ്ഞാൽ നിന്റെ ആത്മീയ രക്ഷപ്പെട്ടു. എന്റെ വല്യപ്പച്ചന്റെ ദൈവം, എന്റെ ദൈവം, എന്റെ പപ്പയുടെ ദൈവം, എന്റെ ദൈവം. കൈപിടിച്ച് ശക്തിയുടെ ദൈവം മുഖത്തുണ്ട്. നിന്റെ തലമുറ പറയണം, എന്റെ വല്യപ്പച്ചന്റെ ദൈവം, എന്റെ വല്യപ്പയുടെ ദൈവം, എന്റെ പപ്പയുടെ ദൈവം, എന്റെ ദൈവം. ശക്തിയോടെ എല്ലാവരും കരമടിച്ച് നമ്മളെ കൈകളടിച്ച് ശക്തിയോട് ദൈവത്തെ സൂക്ഷിച്ച് കാലങ്ങൾ കഴിയുമ്പോൾ നിന്റെ തലമുറ പറയണം, എന്റെ വലിയ പപ്പയുടെ ദൈവം, എന്റെ പപ്പയുടെ ദൈവം, എന്റെ ദൈവം. 3 തലമുറകളായ കൃപയിലാണ്. 2 തിമോത്തി ചാപ്റ്റർ 1:5. 2 തിമോത്തിയോസ് 1:5. 2 തിമോത്തിയോസ് 1-ാം അധ്യായം 5-ാം വാക്യം. തിമോത്തിയോസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ആ വിശ്വാസം ആദ്യം നിന്റെ വലിയമ്മ ലോബീസിലും നിന്റെ അമ്മ യുനിക്കയിലും ഉണ്ടായിരുന്നു, നിന്നിലും ഉണ്ടെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. എന്റെ അർത്ഥം എന്താ? യാക്കോബിനോട് പറഞ്ഞു നിന്റെ വല്യപ്പച്ചന്റെ ദൈവം, നിന്റെ പപ്പയുടെ ദൈവം, നിന്റെ ദൈവമാണ്. തിമോത്തിയോസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ തിമോത്തിന്റെ അപ്പൻ യവനനാണ്, അമ്മ യഹൂദ സ്ത്രീയാണ്. തിമോത്തിയോസിനെ പറഞ്ഞപ്പോ മോനെ എന്താ പറഞ്ഞ? നിന്റെ വല്യമ്മച്ചി എനിക്കറിയാം, നിന്റെ വല്യമ്മച്ചി ദൈവകൃപയുള്ളവളായിരുന്നു. നിന്റെ മമ്മി എനിക്കറിയാം, നിന്റെ മമ്മി കൃപയുള്ളവളായിരുന്നു. നിന്നിലും ആ കൃപ ഞാൻ കാണുന്നു. പറയുന്ന മനസ്സിലാകുന്നുണ്ടോ? നിന്റെ തലമുറയെ കുറിച്ച് പറയണം, ഓ വല്യമ്മച്ചി വ്യാപരിച്ച ദൈവശക്തി, മമ്മി വ്യാപരിച്ച ദൈവശക്തി നിന്റെ സന്താനത്തിന് വ്യാപരിക്കുന്നു. ഞാൻ ഇവിടെ പോയാലും തലമുറയെ സ്പർശിക്കാതെ പരിശുദ്ധാത്മാവില്ല. കരമടിച്ചോ, വാത് പറഞ്ഞോ, ശക്തിയോട് അന്യഭാഷ സ്തോത്രം പറഞ്ഞോ. നിന്റെ സന്തതിയെ കുറിച്ച് നാടുകൾ പറയുമ്പോ പറയണം, വല്യമ്മച്ചി വ്യാപരിച്ച ദൈവശക്തി, മമ്മി വ്യാപരിച്ച ദൈവശക്തി വീട്ടിൽ വ്യാപരിക്കുന്നു. നിന്റെ മമ്മി വലിയ മമ്മി എനിക്കറിയാം, അല്ലെങ്കിൽ കൃപയുള്ളവളായിരുന്നു. നിന്റെ മമ്മി എനിക്കറിയാം, മമ്മി കൃപയുള്ളവളായിരുന്നു. നീയോ ആ കൃപയുള്ളവനാ. 15 വർഷം കഴിഞ്ഞ് 10 വർഷം കഴിഞ്ഞ് നിന്റെ തലമുറയെ നോക്കി നാട്ടുകാരിത് പറഞ്ഞെങ്കിൽ നീ രക്ഷപ്പെട്ടു. അല്ലേ നിന്റെ കാനഡ വട്ടപൂജ ഞാൻ എല്ലായിടും പറഞ്ഞു. പിള്ളേരെല്ലാം കാനഡ, അയർലൻഡ്, UK, ജർമ്മനി, നല്ല കാര്യം, നല്ല കാര്യം. പക്ഷെ 10 വർഷം കഴിഞ്ഞ് നിന്റെ തലമുറയെ നോക്കി നിന്റെ വല്യപ്പച്ചന്റെ ദൈവം, നിന്റെ തലമുറ പറയണം, എന്റെ വല്യ പപ്പായുടെ ദൈവം, എന്റെ പപ്പയുടെ ദൈവം, എന്റെ ദൈവമെന്ന് പറഞ്ഞാൽ നിന്റെ കാനഡ രക്ഷപ്പെട്ടു, നിന്റെ ന്യൂയോർക്ക് രക്ഷപ്പെട്ടു, നിന്റെ UK രക്ഷപ്പെട്ടു. 10 വർഷം കഴിഞ്ഞ് തലമുറ ദൈവകൃപയിലില്ലെങ്കിൽ, അടുത്ത തലമുറ ദൈവകൃപയില്ലെങ്കിൽ കാനഡ വട്ടപൂജ്യം.
ന്യൂയോർക്ക് വട്ടപൂജ. എന്തിനാ ഇറങ്ങിയേ? എവിടെ ചെല്ലാനാ ഇറങ്ങിയേ? ഉണ്ടോ നിശബ്ദത? എന്തിനാ ത്യാഗം സഹിച്ചേ? എന്തിനാ? അങ്ങയല്ല. തലമുറ ദൈവോർമ്മയിലില്ലല്ലോ. ഞാൻ ഇന്നലെ പാസ്റ്ററോട് പറഞ്ഞു, സ്ലോട്ട് വെട്ടാ നീ ഞങ്ങളുടെ അവിടെ നിന്ന് എന്താ റബ്ബറില്ല, റബ്ബറിന് അങ്ങനെ ഒരു പരിപാടിയില്ലേ ദൈവസച്ച, സ്ലോട്ട് വെട്ട്. സ്ലോട്ട് വെട്ടെന്ന് പറഞ്ഞാൽ എന്തുവാ? മൊത്തം വെട്ടി മാറ്റുക. ഇപ്പം ഞാൻ ഒത്തിരി കല്യാണം എന്ന് പറഞ്ഞു, ഞാൻ പറഞ്ഞു സ്ലോട്ട് വെട്ടാ. ഇനി ഇത് വല്ലതും അങ്ങോട്ട് വരുമോ കല്യാണത്തിന്? മൊത്തം അവിടെ ജനിക്കുന്ന പിള്ളേരും എല്ലാം കണ്ടാൽ നിങ്ങൾ അനങ്ങുന്നില്ലല്ലോ. അവർ കാനഡായിലോ അയർലൻഡിലോ ജർമ്മനി അവിടെ നടത്തും, ഇങ്ങോട്ട് കാണാൻ വരുമോ? ഇല്ല. ഈ ഒരു ഏജൊക്കെ ഉള്ളവനെയൊക്കെ ഒന്ന് പ്രതീക്ഷിച്ചാൽ മതി ഇനി നാട്ടിലോട്ട് കല്യാണത്തിന്. അപ്പം ഞങ്ങളൊക്കെ സ്ലോട്ട് വിട്ട് നടത്തിക്കൊണ്ടിരിക്കുക. ഈ നാട്ടിൽ കല്യാണം നടത്താമെന്നൊന്നും ചിന്തിക്കണ്ട. എന്താ അടുത്ത ജോയ് പാസ്റ്ററൊക്കെ ടൈമാ. അപ്പോഴത്തെ ഒരു പിള്ളേരല്ല ജർമ്മനിയിലെ കാണാൻ പറ്റും വിളിച്ചെങ്കിലായി. അവരവിടെ മാതാമയാണോ? ബാക്കി അപ്പോളേ പറഞ്ഞോണം, നമ്മൾ ഇറങ്ങിയത് ഇവിടുത്തെ മണ്ണാങ്കട്ടയ്ക്ക് വേണ്ടിയൊന്നുമല്ല, നിത്യതയ്ക്ക് വേണ്ടിയാണ്. നീ സേവിക്കുന്ന ദൈവത്തെ നിന്റെ തലമുറ സേവിക്കണം. കഥ കയ്യൊന്നടിച്ച് തക്കിയോടെ ദൈവത്തെ ആരാധിച്ചേ, എന്നിട്ട് മാതൃകയായിരിക്കണം. അന്യപ്പച്ചന്റെ ദൈവം, അപ്പായുടെ ദൈവം, എന്റെ ദൈവം. അങ്ങനെ പിന്നെ യഹോവ അരുളി ചെയ്തു. പെട്ടെന്ന് വായിക്കുമ്പോൾ സമയം പെട്ടെന്ന് അരുളി ചെയ്തത് യഹോവ അരുളി ചെയ്തത് ഇതാ അല്ല. അതിന് മതി. അടുത്ത വാക്യോ, അടുത്ത വായിച്ചോ സമയത്തിൽ തന്നെ ആകുന്നു. നീ കിടക്കുന്ന ഭൂമിയെ അടുത്തത് 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 ഇതിവിടെ ജാക്കോബിറ്റ് കവനന്റ് എന്നാണ് പറയുന്നത്. യാക്കോവുമായി ഉടമ്പടി. അബ്രഹാമിക് കവനന്റ് ഉണ്ട്, ദൈവം ഓരോരുത്തരോടും നോഹിക് കവനന്റ് ഉണ്ട്. അതിലൊരു കവനന്റ് യാക്കോവുമായുള്ള ദൈവീയ ഉടമ്പടിയാണ്. ദൈവം തമ്പുരാൻ പറയുന്നു, നീ കിടക്കുന്ന ഭൂമിയെ ഞാൻ നിനക്ക് നൽകും. നീ മുഖാന്തരം നിന്റെ സന്തതി മുഖാന്തരവും ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. ഡിവൈൻ ബ്ലെസ്സിങ്. എന്താ പറഞ്ഞേ? ഉറക്കെ പറ. ഡിവൈൻ ബ്ലെസ്സിങ്. ഒരുമിച്ച് പറ. ഡിവൈൻ, ദൈവിക അനുഗ്രഹം. ഞാൻ നിന്നെ അനുഗ്രഹിക്കും. പറഞ്ഞോണ്ട് രണ്ടാമത് പറഞ്ഞു, ഞാൻ നിന്നെ സൂക്ഷിക്കും. ഞാൻ നിന്നെ ഡിവൈൻ പ്രൊട്ടക്ഷൻ. നാലാമത് പറഞ്ഞു, ഞാൻ നിന്റെ കൂടെ ഇരിക്കും. ഡിവൈൻ പ്രസൻസ്. എൻ്റെ സാന്നിധ്യം നിന്റെ കൂടെ ഇരിക്കും. നാലാമത് പറഞ്ഞു, ഞാൻ നിന്നെ കൈവിടാതെ നിന്നോട് അരുളി ചെയ്തത് നിവർത്തിക്കും. ഡിവൈൻ പ്രോമിസ്. നാലും ഒന്നിച്ച് പറയാം, എല്ലാം കൂടെ ചേർന്ന് പറഞ്ഞാട്ട്. ഒന്ന് ഡിവൈൻ ബ്ലെസ്സിങ്. അവർക്ക് പറ, ശബ്ദം ഉയർത്തി പറ. ഡിവൈൻ ബ്ലെസ്സിങ്, ഡിവൈൻ പ്രസൻസ്, ഡിവൈൻ പ്രൊട്ടക്ഷൻ, ഡിവൈൻ പ്രോമിസ്. നീ ഒരു ദൈവവേദനാണ്. ഈ നാല് കാര്യവും നിനക്ക് ദൈവം വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. ഒന്ന് ദൈവിക അനുഗ്രഹം. കൈ ഉയർത്തി പിടിച്ചോണ്ട് പറഞ്ഞേ, കൈ ഉയർത്തി പിടിച്ച് പറഞ്ഞേ, എല്ലാവരും പറ. ദൈവിക അനുഗ്രഹം, ദൈവത്തിന്റെ സാന്നിധ്യം, ദൈവത്തിന്റെ സൂക്ഷിപ്പ്, ദൈവത്തിന്റെ വാഗ്ദത്തം. കൈയടിച്ച് ശക്തിയോട് സ്തോത്രം പറഞ്ഞു പറ. ദൈവിക അനുഗ്രഹം, ദൈവിക അനുഗ്രഹം, ദൈവ സൂക്ഷിപ്പ്, ദൈവത്തിന്റെ സാന്നിധ്യം, ദൈവത്തിന്റെ പ്രോമിസ്, ഡിവൈൻ പ്രോമിസ്, ഡിവൈൻ ബ്ലെസ്സിംഗ്, ഡിവൈൻ പ്രൊട്ടക്ഷൻ, ഡിവൈൻ പ്രസൻസ്. ദൈവത്തിന്റെ വാഗ്ദത്തം ഇരിക്കുക. ഡിവൈൻ ബ്ലെസ്സിംഗ്. എന്താ ദൈവം തമ്പുരാൻ പറഞ്ഞേക്കണം? നീ കിടക്കുന്നിടത്ത് 5 സെന്റ് സ്ഥലം കുടിയെടുപ്പാതെ തരുമെന്നാണ്. ആണോ? അല്ല. കിടക്കോട്ട് നോക്ക്, പടിഞ്ഞാറ് നോട്ട്, കിടക്കോട്ട് നോക്ക്. ഞാൻ മുഴുവൻ നിനക്ക് അവകാശം വയ്ക്കും. ദൈവിക അനുഗ്രഹം മനുഷ്യാനുഗ്രഹം പോലല്ല. ദൈവം തന്നാൽ മനുഷ്യൻ തന്നെ പോലല്ല. ദൈവം മനുഷ്യൻ തരുന്നതിന് പരിമിതിയുണ്ട്, ദൈവം തരുന്നതിന് പരിമിതിയില്ല. മനുഷ്യൻ ഉയർത്തുന്നതിന് പരിമിതിയുണ്ട്, ദൈവം ഉയർത്തുന്നതിന് പരിമിതിയില്ല. മനുഷ്യൻ ഉയർത്തുന്ന ക്രെയിൻ കൊണ്ട് പൊക്കുന്ന പോലെ അടുത്ത മനുഷ്യൻ താഴെയിടും. പൊക്കുമ്പോൾ ഓർത്തോണം, മനുഷ്യൻ താഴെ ഇടാൻ പോവാ. എത്ര പൊക്കുമോ ആ പൊക്കത്തിൽ താഴെയിടും. പക്ഷെ ദൈവം നിന്നെ ഉയർത്താൻ തുടങ്ങിയ ഒരു സ്ഥാനത്താണ് അത് കൈവരിക്കുന്നത്. ഒന്നുകൂടെ പറയാൻ കേട്ടോ, ഇതൊക്കെ വിവരിക്കേണ്ട. ഓരോ രാത്രിയിൽ ഓരോ വർഷം പ്രസംഗിക്കേണ്ട. ഡിവൈൻ ബ്ലെസ്സിംഗ്. ദൈവത്തിൻ്റെ അനുഗ്രഹം മനുഷ്യ അനുഗ്രഹം പോലല്ല. ദൈവം നിന്നെ ഉയർത്താൻ തുടങ്ങിയതാണ്.
ദൈവം നിന്നെ മാനിക്കാൻ തുടങ്ങിയ, ദൈവം നിന്നെ അനുഗ്രഹിക്കാൻ തുടങ്ങിയ, കുടുംബക്കാർ കണ്ട അത്ഭുതം കുറുമാറ്, കൂട്ടായ്മക്കാർ കണ്ട അത്ഭുതം കുറുമാറ്, ദേശക്കാർ കണ്ട അതിശയിക്കുമാറ് ദൈവം നിന്നെ നിന്റെ തലമുറയെ ഉയർത്തും. ദൈവം തരാൻ തുടങ്ങിയാൽ മാറ്റിയെന്നോ പറയുന്നത് പോലെയാണ്. അമർത്തി കുലുക്കി കവിയുന്ന നല്ലതാണ്. അവന്റെ ധനത്തിന്റെ മഹാത്മ്യത്തിനൊത്തവണ്ണം അലക്സാണ്ടർ ചക്രവർത്തി വേഷപ്രശ്നായി നിൽക്കുമ്പോൾ ഒരു ഭിക്ഷക്കാരൻ വന്ന് ഇതാരാന്നറിയാതെ ഭിക്ഷ ചോദിച്ചു. അലക്സാണ്ടർ പടന്മാരെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇവനെ കൊണ്ടുപോകും. ഖജനാവിൽ കൊണ്ടുപോയി, കൊട്ടാരത്തിനകത്ത് കൊണ്ടുപോയി ഖജനാവിൽ നിന്ന് അലക്സാണ്ടർ ചക്രവർത്തിയുടെ ധനമഹാത്മ്യത്തിനൊത്തവണ്ണം ഭിക്ഷ കൊടുക്കാൻ പറഞ്ഞു. പിടിച്ചപ്പോഴേ പേടിച്ചത്, വരണ്ടു പോയി. കൊട്ടാരം കണ്ടപ്പോൾ വീണ്ടും വരണ്ടു. ഖജനാവിൽ അങ്ങോട്ട് തുറന്നപ്പോൾ സ്വർണവും വെള്ളിയും. ഭിക്ഷ എന്താ പാത്രം കൊണ്ടുപോകണം, അവനൊരു ഭിക്ഷച്ചട്ടിയുണ്ട്. ഇന്നത്തെ കൊണ്ടുപോയി നോക്കത്തില്ല, വാരി എടുത്തോണ്ട് പോടാന്ന് പറഞ്ഞു. അവൻ പറഞ്ഞതിൻ്റെ പാട്ടൊന്നുമില്ല. 2 ചാക്ക് നിറയെ സ്വർണം, 2 ചാക്ക് നിറയെ വെള്ളി, കുറേ വാരി കെട്ടി വെച്ചിട്ട് പറഞ്ഞ് എടുത്തോണ്ട് പോടാം. അവൻ പറഞ്ഞ് എനിക്കിത്രയും വേണ്ടെന്നൊന്നും പറഞ്ഞാക്കത്തില്ല. അലക്സാണ്ടറുടെ ധനം മഹാത്മ്യത്തിനൊത്തവണ്ണം ദൈവം നിന്നെ ഉയർത്താൻ തുടങ്ങിയ, ദൈവം നിന്നെ മാനിക്കാൻ തുടങ്ങിയ, മതിയെന്നു പറയുന്നത് തരാൻ ദൈവശക്തനായി ഓരോ വാക്കുകൾ കൈവരുന്ന ശക്തി. ഞാൻ ഈ മെറ്റീരിയൽ ബെനിഫിറ്റ്സിനെ കുറിച്ചല്ല പറയുന്നത്. അതും അങ്ങനെ 2 മുറിയുള്ള വീട് ചോദിച്ചവർ ഇന്ന് എവിടെ അധികം താമസിപ്പിച്ചേക്കുന്നേ. ഞാൻ പ്രോസ്പെരിറ്റി ഹോസ്പിറ്റൽ പ്രസംഗിക്കാനല്ല, എനിക്കറിയാം. പക്ഷെ ദൈവം അങ്ങനെയൊക്കെ ചിലത് ചെയ്യും. എനിക്കിഷ്ടമുള്ള പല വാക്യവും വായിക്കുന്ന ഞാൻ കരഞ്ഞുകൊണ്ടാ. ദാവീദിനോട് പറഞ്ഞു, ദാവീദ് പറഞ്ഞു, കർത്താവേ ഇതും പോരാ എന്ന് നിനക്ക് തോന്നി. എന്താ മക്കളെ പറഞ്ഞ സാർ, ഇതും പോരായെന്ന് ദാവീദിനോട് ദാവീദ് പറഞ്ഞു, കർത്താവേ ഇതും പോരാന്ന് നിനക്ക് തോന്നി. എന്നെ കുറിച്ച് ഇത്രയൊന്നും ഉയർത്തിയാ പോരാ, ഇത്രയൊന്നും മാനിച്ചാൽ പോരാ. തമ്പുരാന് തോന്നുക അവനെ ഇത്രയും ഉയർത്തി പോരാ. ദൈവവനെ തന്നെ ഉയർത്താൻ തീരുമാനിച്ചാൽ ആർക്കവനെ താഴ്ത്താൻ കഴിയും. ദൈവത്തിന് തോന്നുക ഇവനെ ഇത്ര ഉയർത്തി പോരാന്ന്, ഇത്രയും മാനിച്ചാൽ പോരാന്ന്. നിനക്ക് അവനെ താഴ്ത്താൻ കഴിയും. നീ വെറുതെ പല്ല് കടിച്ച് ഇനാമല് കളയാൻ മതി. കോവാ ബഹുമാനിക്കാൻ ഇച്ഛിക്കുന്നവനെ ഇങ്ങനെ ചെയ്യും. രാജാവ് സന്തോഷത്തോടെ കൈ ഉയർത്തിയാണ് സ്വന്തം പറഞ്ഞു, മതിയെന്ന് പറഞ്ഞവനെ മതിയെന്ന്. പക്ഷെ മതിയെന്ന് പറയാനുള്ള കൃപയോടെ പ്രാപിച്ചോണം. അതാ പ്രശ്നം. മതിയെന്ന് പറയാനുള്ള ഞാനെപ്പോഴും പറയും, പെന്തക്കോസ്തുകാരായ നമ്മൾ മതിയെന്ന് പറഞ്ഞാൽ അന്ന് കാകളം പഠിക്കും. അതുകൊണ്ട് വീട്ടിലൊരു പാട്ട് എഴുതി, മതി മതി ഇത് മതി അത് മതി എന്ന് ചോദ്യം. നിങ്ങൾ പാട്ടുകാരില്ല, നിങ്ങൾക്ക് അറിയില്ലേ എന്ന് പല ചോദ്യം. കെട്ടിടം കിട്ടി, കാർ കിട്ടി, വീട് കിട്ടി, അത് കിട്ടി, ഇത് കിട്ടി, മതിയോ ഇത് മതിയോ? പോരാ പോരാ പോരാ. ഒരു സൺഡേ സ്കൂൾ ക്ലാസ്സിൽ വെച്ച് വിദ്യാർത്ഥിയോട് വെച്ച് ദൈവത്തെ കൊണ്ട് കഴിയാത്ത വല്ല കാര്യമുണ്ടോ എന്ന് കൊച്ചു പറഞ്ഞുകൊണ്ട് എല്ലാവരെയും തൃപ്തിപ്പെടുത്താൻ ദൈവത്തിന് കഴിയില്ല. സത്യമല്ലേ? ഇവിടെ കിടന്ന് കഷ്ടപ്പെട്ട് പണ്ടൊക്കെ ഇപ്പോൾ നിർത്തി, പേർഷ്യൻ തുണി കൊണ്ട് കൊടുക്കാതൊക്കെ വലിയ കാര്യമാണ്. കഷ്ടപ്പെട്ട് പാടി പഠിച്ച് ഇന്നെന്താ കട്ടൊന്നുമില്ല. അത് 40 വർഷം മുമ്പൊക്കെ വന്നവരോട് ചോദിച്ചു നോക്കി, പുറകിലൊക്കെ ഇരിപ്പുണ്ട്. 35 വർഷം മുമ്പൊക്കെ ഇവിടെ കിടന്നുള്ള അന്നത്തെ ആത്മീയം എന്തുമായിരുന്നു? പറന്നുകൊണ്ട് ഞാൻ തോത്രം പറയിക്കണം. അത് കാലം പോയി. അന്നത്തെ സ്നേഹം എന്തുമായിരുന്നു? 35 വർഷം മുമ്പ് ഇവിടെ പ്രസംഗിക്കാൻ വന്നതാണ് ഞാൻ. 91. 35 വർഷം മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നത് കൈപ്പൊക്കി അവർ കാണും ഉണ്ട്. ഞാൻ പറയാൻ വന്നതേ, അപ്പം ഇവിടെ കിടന്നൊരു കഷ്ടപ്പെട്ട് തുണിയെല്ലാം കൊണ്ട് കൊടുക്കും. അപ്പം മാവിക്ക് കൊണ്ടൊരെണ്ണം കൊടുത്തു. എന്തുവാ? ഒരു തുണി, നല്ല സാരി ഇവിടുന്ന് കഷ്ടപ്പെട്ട് വാങ്ങിച്ച് അവിടെ കൊണ്ട് കൊടുത്തു. പുള്ളിക്കാരൻ അവൻ ഇവിടുന്നിട്ട് പ്ലെയിൻ കയറിയപ്പോൾ അമ്മാവി അവിടെ പറഞ്ഞു, കൊച്ചൻ വന്നിട്ട് എന്നാ തന്നെന്ന്. അവനൊരു കുളങ്കലക്കി കൊണ്ട് തന്നിട്ടു. ഇതൊക്കെയാ തൃപ്തിപ്പെടുത്താൻ കഴിയില്ല. ഞങ്ങൾ പാസ്റ്റർമാരുടെ കാര്യം പറയാം, നിങ്ങൾ കയ്യും കെട്ടിയൊക്കെ ഇരിക്കുന്നത് പേടിക്കുകയും പറയപ്പെടുമെന്നുള്ളത്. ഞങ്ങൾ പാസ്റ്റർമാർ ശുശ്രൂഷയ്ക്ക് ഇറങ്ങുന്ന കാലഘട്ടത്തിൽ ഒരു സൈക്കിൾ കിട്ടിയാൽ മതി എന്നാണ്. എന്താ കിട്ടിയാൽ മതി? സൈക്കിൾ കിട്ടാൻ തുടങ്ങും പറയും, കർത്താവേ BSA സൈക്കിൾ വേണമെന്ന്.
പിന്നെ ആഗ്രഹം എന്തായി? നമ്മളെ കാര്യം പറയുമ്പോൾ സന്തോഷം എന്ന് പറഞ്ഞേക്കാം. പിന്നെ ആഗ്രഹം ഒരു സ്കൂട്ടറായി. അന്ന് ചേതക്കായിരുന്നു. ഞാനൊക്കെ ചേതക്ക ഒത്തിരി നടന്ന. ഇന്നാളിലൊരു പാസ് എന്നോട് പറയാമോ, ചേതക്ക ഇരിക്കുന്ന കൊരണ്ടിപ്പുറ നമ്മുടെ പുറത്തിരിക്കുന്ന പോലെ. പിന്നെ പുള്ളിക്ക് എമ്മകയായെന്നോട്ട് കുറേ നാൾ അതേ നടക്കും. കർത്താവ് വെയിലൊക്കെ ഒരു കാറ് കിട്ടണം. കാറ് കിട്ടിയാൽ ആദ്യമേ ഏറ്റുണ്ടലൊക്കെ പിടിക്കും, പിന്നെ നോട്ട ഇന്നോവയാണ്. ആരംഭകാലത്ത് ഒരു അംബാസഡർ എന്നൊക്കെ പറഞ്ഞ വലിയ കാര്യമാണ്. ഇന്നാളിൽ ഒരു പാസ് പറയാ, അംബാസഡർ പാട്ടയാണ് കേട്ടോ. എവിടുന്ന് കൊണ്ടുവന്നതാണ്? നിന്നേത് എവിടുന്നാണ് കൊണ്ടുവന്നത്? ചുമ്മാ പ്രസംഗം എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാകാത്തതൊന്നും ഞാൻ പ്രസംഗം. ഞാൻ മതിയെന്ന് പറയുന്ന ആളാണ് ഇപ്പോഴും. ഞാൻ പാസ്വേഡ് ചോദിച്ചു, എന്ന് രാവിലെയും പറഞ്ഞു നോ. കല്യാണം പറഞ്ഞു. പൗലോസ് പറഞ്ഞു എന്തായി? എനിക്കെന്തായി? എന്തിനാർത്തി? ചിലപ്പോഴൊക്കെ നോ എന്ന് പറഞ്ഞു. നോ, മതി എനിക്ക് കർത്താവേ, നീ ഇത്രയൊക്കെ തന്നെ. പക്ഷെ നീ മതിയെന്നും പറഞ്ഞു ദൈവം നിർത്തത്തൊന്നുമില്ല. എലിയ പറഞ്ഞു മതി. കർത്താവ് നോ, ഇനി ഞാൻ ഓടിക്കും. അതെ, നീ മതിയെന്ന് പറഞ്ഞത് ദൈവം നിർത്തത്വമൊന്നുമല്ല, പക്ഷെ നിന്റെ ആറ്റിറ്റ്യൂഡ് അങ്ങനെ ആയിരിക്കണം. കൈവയ്ക്ക ശക്തിയോട് ദൈവത്തിന് സ്തോത്രം. നമ്മുടെ സമയം തീർന്നു. അവനെ ദൈവത്തോട് എന്നിട്ട് അടുത്ത് അവൻ പറഞ്ഞു, നീ എന്നെ എഴുന്നേറ്റേ. വായിച്ചേ. അവൻ ദർശനം കണ്ടു, എഴുന്നേറ്റു. അവനെ കല്ല് തലേണയെ വെച്ച്, എന്നിട്ട് കല്ല് തലേണയെ വെച്ച കല്ലെടുത്ത് അവിടെ വെച്ച് പ്രതിഷ്ഠിച്ചിട്ട് അവന് ചില തീരുമാനമെടുത്തു. എന്തൊക്കെയാ പെട്ടെന്ന് വായിച്ചട്ടെ. അല്ല, നീ എൻ്റെ കൂടെ ഇരിക്കുകയും എനിക്ക് ഭക്ഷിപ്പാൻ ആഹാരം, സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഭക്ഷിക്കാൻ ആഹാരവും ധരിപ്പാൻ വസ്ത്രവും തരികയും എന്നെ അപ്പൻ്റെ വീട്ടിലേക്ക് സൗഖ്യത്തോട് മടക്കി വരുത്തുകയും ചെയ്യുമെങ്കിൽ അല്ലോ, അങ്ങനൊക്കെ ചെയ്താൽ നീ എന്റെ ദൈവമായിരിക്കും. ഈ കല്ല് ആകും. അടുത്തത് ദശാംശം തരും. പിന്നെ അടുത്തത് കണ്ട, ലൂസൊക്കെ മാറിയത് ബദലായി. ദൈവദർശനം കിട്ടിയാൽ പിന്നെ ലൂസ് മാറും. അവിടെ ബദലായി. അവൻ എന്തൊക്കെയാ പറഞ്ഞ? നീ എൻ്റെ കൂടെ ഇരുന്നാൽ, നീ എന്നെ സൂക്ഷിച്ചാൽ, ധരിക്കാൻ വസ്ത്രം തന്നാൽ, ഭക്ഷണം തന്നാൽ, പാർപ്പിടം തന്നാൽ നീ എൻ്റെ ദൈവം. ഓൾറെഡി ദൈവം പറഞ്ഞു കഴിഞ്ഞു, ഞാൻ നിന്റെ കൂടെ ഇരിക്കും, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, ഞാൻ നിന്നെ സൂക്ഷിക്കും, ഞാൻ നിന്നെ സംരക്ഷിക്കും. പക്ഷെ അവനിപ്പോഴും സംശയം. ചെയ്താൽ, തന്നാൽ. എനിക്ക് അവിടെ വളരെ ഇഷ്ടപ്പെട്ടൊരു വാദമുണ്ട്. ഞാൻ ആ വാക്യം വായിക്കേണ്ടതായിരുന്നു. ഗോഡ്സ് ഡിവൈൻ പ്രോമിസ്, ദൈവത്തിന്റെ വാഗ്ദത്തം. ഇംഗ്ലീഷിൽ I will leave you until I have done what I have promised you. ഞാൻ നിന്നോട് വാഗ്ദത്തം ചെയ്തത് നിവർത്തിക്കാതെ നിന്നെ വിട്ട് ഞാൻ മാറുകയില്ല. ഓ, ശക്തിയോടെ സ്തോത്രം പറഞ്ഞേ. നിന്നോടുള്ള ദൈവവാഗ്ദത്തം ഞാൻ പറയാം. കർത്താവ് നിന്നോട് വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിവർത്തിക്കാതെ നിന്നെ വിട്ട് മാറുകയില്ല. കരമടിച്ച് ശക്തിയോട് സ്തോത്രം പറഞ്ഞാട്ട് നിന്നോട് പറഞ്ഞ വാഗ്ദത്തം നിവർത്തി നീ കാണും. വിട്ടുമാറില്ല. ഞാൻ നിന്നോട് പറഞ്ഞ വാഗ്ദത്തം നിവർത്തിക്കാതെ യാക്കോബേ, ഞാൻ നിന്നെ വിട്ടു മാറില്ല. യിരെമ്യാവിനോട് ദൈവം ചോദിച്ചു, യിരെമ്യാവേ നീ എന്ത് കാണുന്നു? യിരെമ്യാവ് പറഞ്ഞു, യിരെമ്യാവ് പറഞ്ഞു, ഞാൻ ജാഗ്രതാ വൃക്ഷത്തിന്റെ കൊമ്പ് കാണുന്നു. തമ്പുരാൻ പറഞ്ഞു, അതെ, നീ കണ്ടത് ശരി തന്നെ. എന്റെ വചനം നിവർത്തിപ്പാൻ ഞാൻ ജാഗരിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ വിട്ടിട്ടും പരിശുദ്ധാത്മാവ് വിടുന്നില്ല. ഇവിടെ നിന്ന് ദൈവത്തെ സ്തുതിക്കുന്ന, കരയുന്ന, പ്രാർത്ഥിക്കുന്ന ചിലരോട് പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു, കർത്താവേ, വാഗ്ദത്തം നൽകിയിട്ട് എത്ര നാളായി? നീ എന്നോട് പറഞ്ഞ വാഗ്ദത്തം നിവർത്തി എവിടെ ചോദിക്കുന്ന മാതാവേ, പിതാവേ, ദൈവവൈദ്യരെ, ഈ രാത്രിയിൽ രാവിലെ പരിശുദ്ധാത്മാ പറയുന്നു, നീ കണ്ടത് ശരി തന്നെ. എന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ ഞാൻ ജാഗരിച്ചുകൊണ്ടിരിക്കുന്നു. നിന്നോട് ഞാൻ പറഞ്ഞ വാഗ്ദത്തങ്ങൾ ഒന്നൊന്നായി നിവർത്തിക്കപ്പെടും. അത് കാണാതെ നിന്റെ കണ്ണടയാൻ സമ്മതിക്കില്ല. നീ കണ്ടത് ശരി തന്നെ.
യാക്കോബ് വേണം ദൈവത്തോട് പറയാം, അത് ചെയ്യുക, ഇത് ചെയ്യണം, അങ്ങനെയൊക്കെ ചെയ്ത് നീ എൻ്റെ ദൈവമാകും. അങ്ങനല്ല, അത്യാവശ്യം നടത്തില്ലെങ്കിലും, മുന്തിരിവള്ളിയിൽ ഫലമില്ലെങ്കിലും, ഗോശാലയിൽ കന്നുകാലിയില്ലെങ്കിലും നീ എൻ്റെ ദൈവമാണ്. ഞാൻ ചോദിക്കുന്നൊക്കെ കിട്ടിയാൽ ഞാൻ നിന്നെ സേവിക്കാതല്ല. അതാ ഈ ദിവസമൊക്കെ ദൈവം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ചെയ്താൽ നീ എൻ്റെ ദൈവനോ? ഞാൻ ചോദിക്കും, അങ്ങോട്ട് ഇത് മുന്നിൽ തരണം, ഇല്ലെങ്കിൽ നീ എൻ്റെ ദൈവമാണ്. യാക്കോബ് പോയി 20 വർഷത്തേക്ക്. നമ്മുടെ വിഷയം യാക്കോബ് വിശ്വസ്തനായാലും ദൈവം വിശ്വസ്തൻ. 20 വർഷത്തേക്ക് യാക്കോബ് പോയി, ദേവാലയവും പണിതില്ല, ആലയവും പണിതില്ല, ദശാംശവും കൊടുത്തില്ല, സ്വന്തം ദേശത്തും പോയില്ല. പക്ഷെ ദൈവം അവനെ നിഴലായി പിന്തുടർന്നു. ഞാൻ നിന്നെ വിട്ടുമാറില്ലെന്ന് പറഞ്ഞു. അത്യാവശ്യ ഘട്ടങ്ങളിൽ പ്രത്യക്ഷമായും. ഇപ്പൊ അതോത് കർത്താവ് പറയുന്നുണ്ട്, അത്യാവശ്യ ഘട്ടങ്ങളിൽ പ്രത്യക്ഷമായും, അല്ലാത്തപ്പോൾ പരോക്ഷമായും ദൈവം ഇടപെട്ടുകൊണ്ടേയിരിക്കും. ഇതുവരെ ഞാൻ പറയാത്തൊരു സെന്റൻസ് ഇപ്പം പറയുക, നിന്റെ അടിയന്തര ഘട്ടങ്ങളിൽ പ്രത്യക്ഷമായും, അല്ലാത്ത ഘട്ടങ്ങളിൽ ദൈവം ഇടപെട്ടുകൊണ്ടിരിക്കും. ഇടപെടൽ സംഭവിക്കും. 30-ാം അധ്യായം 30-ാം വാക്യം, 30-30 പെട്ടെന്ന് വായിച്ചു. 30-ാം അധ്യായം 30-ാം വാക്യം. എന്താ യാക്കോബ് പറഞ്ഞത്? ഞാൻ വരും മുമ്പേ നിനക്ക് അല്പമേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോഴും അത് അത്യന്തം വർദ്ധിച്ചിരിക്കുന്നു. ഞാൻ കാൽ വെച്ചിടത്തൊക്കെ. കണ്ടോ യാക്കോബേ, നീ അവിശ്വസ്തൻ, നിന്റെ ദൈവം വിശ്വസ്തൻ. ഞാൻ കാൽ വെച്ചിടത്തെല്ലാം ദൈവം അനുഗ്രഹിച്ചു. അതായത് ദൈവം ഞാൻ പറഞ്ഞു, പോടാ മോനെ, വീട്ടിൽ പോകും. 20 വർഷമായില്ലേ, വിടും. 31-ാം അധ്യായം 24-ാം വാക്യം എടുത്തു വെച്ചു. യാക്കോബ് ഇറങ്ങി പിള്ളേരെയും കൊണ്ട്, ഭാര്യയും കൊണ്ട്. പുള്ളിക്കാരന് 2 ദിവസം കഴിഞ്ഞാൽ പിടികിട്ടി പിള്ളേർ പോയത്. അതുപോലൊക്കെ ദൂതുണ്ട്. എത്ര പിള്ളേരുണ്ടായിരുന്നു വീട്ടിൽ? യാക്കോബിന് എത്ര മക്കളായിരുന്നു? ചേടാ ഇയാണ് പറയുന്നത്. എത്ര ഉണ്ടായിരുന്നു? 13. അതാ കറക്റ്റ്. എല്ലാവരും 12 പറയും. പെങ്കൊച്ചുകളുണ്ടായിരുന്നു. 13 പിള്ളേരും 2 പെണ്ണുങ്ങളും ആസിമാരും എല്ലാവരും വീട്ടിൽ നിന്ന് പോയിട്ട് പുള്ളി അറിഞ്ഞ അങ്ങനല്ലേ 3-ാം ദിവസം അവർക്ക് കിട്ടിയത്. ഇവിടെ ഒരെണ്ണം വീട്ടിൽ നിന്ന് പോയാൽ അന്നേരം അറിയാം നമുക്ക്. 2 ഉള്ളതിനെ പോയിട്ട് 13 പോയിട്ട് പുള്ളി അറിഞ്ഞത് 2-ാം ദിവസം. പക്ഷെ പുള്ളി പുറകാലെ വന്നു. എന്തിനാ? പിള്ളേരെയും യാക്കോബിനെയും പെങ്കൊച്ചുങ്ങളെ പിടിച്ചുകൊണ്ട് പോകാൻ. പക്ഷേ ആ രാത്രി യാക്കോബിന്റെ ഭയമായവൻ ലാബാന്റെ മുമ്പിൽ ഇറങ്ങി നിന്നു. ഞാൻ ഏതോ കൺവെൻഷൻ ചർച്ച് ബോർഡിന്റെ 101-ാമത് കൺവെൻഷൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കും. പെട്ടെന്ന് ദൈവം ഇത് നിങ്ങൾ കണ്ടു കാണും. ഇപ്പൊ ലക്ഷങ്ങളിലേക്ക് അത് ഉയർത്തി. യാക്കോബിന്റെ ഭയമായവൻ ഇറങ്ങി നിന്നിട്ട് പറഞ്ഞു, തൊട്ടു പോകരുത്. വായിച്ചേ. എന്നാൽ ദൈവം രാത്രി സ്വപ്നത്തിൽ അരാമ്യനായ യാവനോട് അല്ല ചെയ്തത്, നീ യാക്കോബിനോട് ഗുണമെങ്കിലും ദോഷമെങ്കിലും ചെയ്യാതിരിപ്പാ. യാക്കോബിന്റെ അടുത്ത് ചെന്ന് നിന്നോട് ദോഷം ചെയ്യുവാൻ എൻ്റെ മക്കൾ ശക്തിയില്ലാഞ്ഞിട്ടല്ല. അടുത്ത വാക്യം വായിച്ചു നോക്കാം, പിന്നെ അങ്ങോട്ട് താഴോട്ട്. എന്നാൽ നിന്നോട് ഗുണമെങ്കിലും ദോഷമെങ്കിലും ചെയ്യരുതെന്ന് നിന്റെ പിതാക്കന്മാരുടെ ദൈവം കഴിഞ്ഞ രാത്രി എന്നോട് പറഞ്ഞു. എന്നെ നോക്കിയേ. ഞാൻ പറഞ്ഞ ഇതാണ്, 20 വർഷം ഒരു പൊട്ടനെ പോലെ യാക്കോബ് എല്ലാം സഹിച്ച് ലാബാന്റെ വീട്ടിൽ കിടന്നു. ലാബാൻ ചിന്തിച്ചത്, ഇവൻ വേറൊരു പൊട്ടക്കൊച്ചനാ, ഇവനെ കളിപ്പിക്കാൻ കൊള്ള, ഇവര് മന്ദബുദ്ധിയാ, ഇവര് മണ്ടനാണെന്ന് ചിന്തിച്ചു. 20 വർഷം സഹിച്ചു. 20-ാം വർഷം ദൈവത്തിന്റെ ദർശനപ്രകാരം ഞാൻ മടക്കി കൊണ്ടുപോകുന്നു പറഞ്ഞ് ദൈവം മടക്കി കൊണ്ടുപോകാൻ ഇറങ്ങി വന്നപ്പോൾ യാക്കോബ് ഇറങ്ങി. അവനും പിള്ളേരും പിടിയും എല്ലാവരുമായി യാത്ര ചെയ്തപ്പോൾ ലാബാൻ വന്നു. ലാബാൻ പിടിച്ചുകൊണ്ട് വന്നപ്പോൾ തമ്പുരാൻ ഇറങ്ങി എന്ന് പറഞ്ഞ് തൊട്ടു പോകരുത്. ആ രാത്രിയിൽ ലാബാൻ ഒരു കാര്യം മനസ്സിലായി. കഴിഞ്ഞ 20 വർഷം എൻ്റെ വീട്ടിൽ ഒരു പൊട്ടനെ പോലെ ഞാൻ പറഞ്ഞതെല്ലാം കേട്ടും ചെയ്തും അനുസരിച്ചും
ഹല്ലേലൂയ. കിടന്ന ഇലാഹിയ പ്രായൻ ഞാൻ ചിന്തിച്ച ആളല്ല. ഇവന്റെ ദൈവം എന്റെ ദൈവത്തെ പോലെയല്ല. ഇവന്റെ ദൈവം ഇറങ്ങി വരുന്ന ദൈവമാണ്. ഇവന്റെ ദൈവം ഇടവരുന്ന ദൈവമാണ്. ഇവന്റെ ദൈവം സംസാരിക്കുന്ന ദൈവമാണ്. ഇന്ന് രാത്രി നിവാസപ്രാപ്തമെന്ന ദൈവത്തിനെ നിന്നോട് വെച്ച് പറയുന്നു. പലരും ചിന്തിക്കുന്നത് നീ ഒരു പൊട്ടനാണെന്ന, പലരും ചിന്തിക്കുന്നത് നീ ഒരു മന്ദബുദ്ധിയാണെന്ന, പലരും ചിന്തിക്കുന്നത് നിന്നെ കളിപ്പിക്കാണെന്ന. എന്നാൽ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ ഞാൻ പറയാം, നീ ആരെന്ന് തെളിയിക്കും. നീ സേവിക്കുന്ന ദൈവം ആരെയും തെളിയിക്കും. നരവടിച്ച് ശക്തിയോട് സ്വന്തം പറഞ്ഞാൽ കരയുന്ന നീ, പ്രാർത്ഥിക്കുന്ന നീ, ആരാധിക്കുന്ന നീ, ആരാണ് ദൈവം തെളിയിക്കും. നിന്റെ ദൈവമാരെയും തെളിയിക്കും. യാക്കോബിന് മനസ്സിലായി, ലാബാന് മനസ്സിലായി. ഞാൻ ഉദ്ദേശിച്ചാണല്ലോ ഇവന് വേണ്ടി ഇടപെടുന്നൊരു ദൈവമുണ്ട്. പ്രത്യക്ഷമെങ്കിൽ പ്രത്യക്ഷമായി, പരോക്ഷമെങ്കിൽ പരോക്ഷമായി ഇടപെടുന്നൊരു ദൈവം. യാക്കോബ് മടങ്ങിപ്പോയി. ഞാൻ പറഞ്ഞു വന്ന ദൈവമകളെ, 20 വർഷം യാക്കോബ് ദൈവത്തെ മറന്നു. ആരെയും പണിതില്ല, ദശാംശം കൊടുത്തില്ല, പ്രാർത്ഥിച്ചില്ല. പക്ഷെ ദൈവം അവനെ അനുഗ്രഹിക്കാതിരുന്നില്ല, സൂക്ഷിക്കാതിരുന്നില്ല. ഒന്നുകൂടെ പറയാം, നമ്മുടെ വിശ്വസ്തത കൂടുതൽ കൊണ്ടല്ല ഇതുവരെ നിന്നത്. ഈ അവിശ്വസ്തനാകുമ്പോഴും അല്ല ദൈവം വിശ്വസ്തനായി. ഞാൻ ആരാധിച്ചില്ല, ഞാൻ കരഞ്ഞില്ല, ഞാൻ ഉപസിച്ചില്ല, ഞാൻ ദൈവവിലയ്ക്ക് കൊടുത്തില്ല. അതുകൊണ്ട് എന്നും ഇങ്ങനെ അങ്ങ് പോകാതെ വിചാരിക്കരുത്. നീ ദൈവത്തോട് ചെയ്ത തീരുമാനം നീ മറന്നാലും മറക്കാത്തൊരു ദൈവമുണ്ട്. ഒരു വാക്യം വായിച്ചിട്ട് ക്ലോസ് ചെയ്യാം. ആവർത്തന പുസ്തകം 23-ാം അധ്യായം 31-ാം വാക്യം. ആവർത്തന പുസ്തകം 23-ാം അധ്യായം 21-ാം വാക്യം. 23-20. നിന്റെ ദൈവമായ യഹോവയ്ക്ക് നേർച്ച നേർന്നാൽ അത് നിവർത്തിപ്പാൻ താമസം വരുത്തരുത്. ആ അടുത്തത് അടുത്തത് നേർന്നതുപോലെ നിവർത്തിക്കും. അടുത്തത് അടുത്തത് മതി. അല്ലെങ്കിൽ നിങ്ങൾ തന്നല്ല, അതിന് മുകളിൽ അങ്ങനെ വെച്ചോട്ടെ. നേർന്നതുപോലെ നിവർത്തിക്കും. നമ്മൾ ഈ ഉണർവ് കൂടുമ്പോഴോ വേദനയുടെ വേളയിലൊക്കെ പലതും ദൈവസന്നിധിയിൽ നിന്ന് പറയും. അത് ചെയ്യുക പച്ച പിടിക്കുമ്പോൾ അതൊക്കെ നമ്മൾ മറന്നു പോകും. ആഴ്ച ഒരു ദിവസം ഉപസിക്കാമെന്ന് പറഞ്ഞില്ലേ, ഒരാളോടെങ്കിലും സുവിശേഷം പറയാമെന്ന് പറഞ്ഞില്ലേ, ദശാംശവും അല്ല അതിനപ്പുറം കൊടുക്കാമെന്ന് പറഞ്ഞില്ലേ. ഇതൊക്കെ ലംഘിച്ചെങ്കിലും ദൈവം കൈവിട്ടില്ല, ദൈവം മറന്നില്ല, ദൈവം അനുഗ്രഹിച്ചില്ല. പക്ഷെ പിടിക്കുന്നൊരു ദിവസമുണ്ട്, മറക്കല്ലേ. നീ അവിശ്വസ്തനായാലും ദൈവം വിശ്വസ്തനാണ്. എനിക്കറിയാവുന്നൊരു ദൈവദാസനുണ്ട്. അദ്ദേഹം നല്ല വിദ്യാഭ്യാസമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും വളരെ ദരിദ്രമായി ചുറ്റുപാടും ജനിച്ചു വളർന്നയാളാണ്. അദ്ദേഹത്തിൻ്റെ വീടൊരു കൊച്ചു വീടിലായിരുന്നു. നമ്മുടെയൊക്കെ വീട് അങ്ങനെ ആയിരുന്നു പണ്ട്. വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് വയലിൻ്റെ നടുവിലൂടെ പോകുന്ന കനാലിൽ ഇരുന്ന് പ്രാർത്ഥിക്കും പോയിരുന്നു. അങ്ങനെയൊക്കെ ഭക്തന്മാർ പ്രാർത്ഥിക്കുമായിരുന്നു ഏകാഗ്രതയ്ക്ക്. കർത്താവിനോട് നിലവിളിച്ച് കരഞ്ഞു, കർത്താവ് എൻ്റെ അവസ്ഥ മാറണം. ചെറുപ്പകാലത്ത് തൻ്റെ യൗവനത്തിന് കാലം ആരംഭിച്ചപ്പോൾ എൻ്റെ അവസ്ഥ മാറ്റണം, എനിക്കൊരു 10 വർഷം നീ തരണം. എൻ്റെ ഈ അവസ്ഥയൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഞാൻ കർത്താവിൻ്റെ പേരിലേക്ക് ഇറങ്ങും. ദൈവത്തോട് പ്രാർത്ഥിച്ച് ദൈവം കൊടുത്തു. മുമ്പേ പറഞ്ഞ പോലെ സൗദി അറേബ്യയിലെ വലിയൊരു കമ്പനിയിൽ, അരംഖ കമ്പനിയിൽ ഭയങ്കര പോസ്റ്റിൽ ജോലി, കറങ്ങുന്ന കസേരയിലേക്കാണ്. 10 വർഷം പോയി, വീണ്ടും 10 വർഷം കൂടെ പോയി. 20 വർഷം ദൈവം അനങ്ങിയില്ല. 20 വർഷം മധ്യ തിരുവിതാംകൂറിലെ പ്രധാന ടൗണിനടുത്ത് ഏറ്റവും വലിയ കെട്ടിടം എല്ലാം സൗകര്യം കൊടുത്തു. ഇന്നത്തെ ഒരു മെഷീൻ ലീഡറാണ്. പക്ഷേ 20ാമത്തെ വർഷം കറങ്ങുന്ന കസേരയിൽ കമ്പനിയിൽ ഇരിക്കുമ്പോൾ ഒരു സ്ട്രോക്ക് വന്നു. ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നാക്കി. അവിടുത്തെ നിങ്ങൾക്കറിയാം, ഞാനും സൗദി അറേബ്യ കമ്പനി ഞാനും കയറിയിട്ടുണ്ട് അതിനകത്ത്. നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടായിരിക്കും. എത്ര ഫെസിലിറ്റിയാണ്, അമേരിക്കൻ സെറ്റപ്പാണ്. ആ ഹോസ്പിറ്റലിൽ 3 മാസം ചികിത്സിച്ചു. നാക്ക് തളർന്നു, ഒരു വശം പാരലൈസായി. ട്രീറ്റ്മെൻറ്റ് ആയിട്ടൊന്നും കിടക്കുക, അവരാവുന്ന നോക്കുക, കമ്പനി അങ്ങനെയാണ്. അവസാനം ഒരു ദിവസം ഈ മനുഷ്യൻ ഇങ്ങനെ രാത്രി കിടക്കുമ്പോൾ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ എന്നെ എന്തിനാ ഇങ്ങനെ ഇട്ടേക്കുന്നത്? ഞാനെവിടെയാണ് തെറ്റിപ്പോയത്? നീ എന്നോട് പറയണം.
ആ രാത്രിയിൽ ദൈവം ഒരു ദർശനം കൊടുത്തു. സ്ക്രീൻ ലോകം കാണാൻ തുടങ്ങി. അതിന് പഴയ കുടി, വയലിന് നടുക്കൂടെ ഒഴുകി പോകുന്ന കനാലിൽ പോയിരുന്ന് കരഞ്ഞ ദിവസങ്ങൾ എല്ലാം കാണിച്ചിട്ട് കർത്താവ് ചോദിച്ചു, മോനെ നീ എന്നോട് ചോദിച്ചു എത്ര വർഷമാണ്? 10. ഞാൻ നിനക്ക് എത്ര തന്നു? 20. നീ ചോദിച്ചതും ചോദിക്കാത്തതും ഞാൻ തന്നു. പക്ഷെ നീ എന്നോട് പറഞ്ഞ വാക്യത്തോട് അതാണ് നമ്മുടെ ദൈവം. ആ ദൈവദാസൻ പറഞ്ഞു, സഹോദരൻ എൻ്റെ കൈ ഒന്ന് ചലിക്കാൻ നീ കൃപ തരാമോ? കൈ ഞാൻ തീരുമാനമെടുക്കാം. ആ രാത്രി നിങ്ങൾ വിശ്വസിക്കുക അറിയില്ല, രാത്രിയിൽ അതിന് കൈ ചലിച്ചു. ആ കിടക്കെ കിടന്ന് അദ്ദേഹം റിസൈൻ ലെറ്റർ എഴുതി. എല്ലാവരും അതിശയിച്ചു. പുള്ളി ഇങ്ങനെ കിടന്നുകൊണ്ടാണ് വിഭ്രാന്തിയാന്ന. ആ രാത്രിയിൽ റിസൈൻ ലെറ്റർ എഴുതി അടുത്ത രാവിലെ ദൈവം എഴുന്നേൽപ്പിച്ചു. അതേ ഒരു വിശ്വസിക്കുന്നുണ്ട്. പേര് പറഞ്ഞാൽ അറിയുന്നില്ല, ഇതിന് സാക്ഷ്യം കേട്ട് കാണും. നീ മറന്നാലും ദൈവം മറക്കില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. നോക്കിയവനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവനെ ഉപയോഗിക്കുന്നവനല്ല ദൈവം. ആരെ നോട്ടമിട്ടോ അവനെ പിടിക്കാതെ മാറില്ല. ദൈവം നിന്നെ നോട്ടമിട്ടിട്ടുണ്ടോ പിടിക്കാതെ മാറില്ല. ഞാൻ ഇവിടെ എന്നെ ചിന്തിപ്പിക്കുന്നൊരു വസ്തു പറയാം. ആയിരക്കണക്കിന് ദൈവകുഞ്ഞുങ്ങളെ കരയിപ്പിച്ചിട്ടൊരു സന്ദേശം പറഞ്ഞ് നിർത്താൻ പോവാം. ഒരു യാക്കോബ് പോയാൽ എത്ര യാക്കോബിനെ കിട്ടും? പക്ഷെ തമ്പുരാൻ പോകട്ടെന്ന് വെച്ചില്ല. ഒരു പത്രോസ് പോയാൽ എത്ര പത്രോസുമാരെ കർത്താവിന് കിട്ടും? പോകട്ടെന്ന് വെച്ചില്ല. നീ പോയാൽ പോകട്ടെന്ന് പലരും ചിന്തിക്കും. പക്ഷെ എൻ്റെ കർത്താവ് നീ പോയാൽ പോകട്ടെന്ന് വെക്കുന്നവനല്ല. ശക്തിയോടെ വാദത്തെ ശ്രമിക്കൂല. വീട്ടിൽ പോയി വായിച്ചാൽ മതി, നേരെ പോയി നിർത്തുക. യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ക്രൂശിക്കപ്പെട്ട ശേഷം എല്ലാ ദൈവപ്രവൃത്തിയും കണ്ട പത്രോസ് കുറച്ചുപേരെ വിളിച്ചുകൊണ്ട് പടകുമായി ഗന്നസരത്ത് തടാകത്തിലേക്ക്, ഗലീലാക്കടലിലേക്ക് വല വീശാൻ പോയി. എന്നെ നോക്കിയിരിക്കൂ. പക്ഷെ അവിടെ എഴുതിയിരിക്കുന്നത്, ആ പുലർച്ചയിൽ ആരവിടെ വന്നിരുന്നു? യേശു അവിടെ നിന്നിരുന്നു. നിന്നിരുന്നു. യേശു കർത്താവ് ഒരു ചോദ്യം ചോദിച്ചു. കുഞ്ഞുങ്ങളെ അറിഞ്ഞാട്ട് എനിക്ക് പത്രോസ് കർത്താവിനെ പ്രാകുവാനും തള്ളി പറയാൻ തുടങ്ങി. ഇന്നലെ നമ്മൾ കായട്ടാവാക്കി. കർത്താവ് മുന്നറിയിപ്പ് കൊടുത്തു. കോഴി 2 വട്ടം, ആരറിയാനും ഞാൻ ഇടറില്ലെന്ന് പത്രോസ് പറഞ്ഞു. ഇന്ന് കോഴി 2 വട്ടം പോകുമ്പോൾ നീ എന്നെ സമ്മതിച്ചില്ല. പക്ഷെ തള്ളിപ്പറഞ്ഞ് നിങ്ങൾ സഹിക്കും. നിങ്ങൾ വീട്ടിൽ പോയി വായിക്കണം. അവൻ യേശുവിനെ പ്രാകുവാനും തള്ളി പറയാൻ തുടങ്ങി. എനിക്കതാ സഹിക്കാത്തേ. പത്രോസ്, നീ എന്തിനാ എൻ്റെ കർത്താവിനെ പ്രാകിയത്? അവൻ എന്നാ ചെയ്തു നിന്നോട്? തള്ളിപ്പറഞ്ഞൊക്കെ പ്രാഗി. അവനെന്തോ ചെയ്തു നിന്നെ? മീൻ പിടിച്ച് നടന്ന് നിന്നെ അപ്പോസ്തലനാക്കി. ആ കർത്താവിനെയല്ലേ നീ പ്രാകുന്നേ? ഞാൻ ചോദിക്കുന്നു, പ്രാഗിയിട്ട് പോയതിൻ്റെ പുറകിന് ആര്യല്ലും? പ്രാഗിയിട്ട് പോയവന്റെ പുറകിന് ആര് ചെല്ലും? യേശു കരയിൽ നിന്നിരുന്നു. യേശു വിളിച്ചത് പിന്മാറ്റക്കാരാമല്ല. യേശു സ്നേഹിക്കുന്നവരാർക്കും എന്നെ സ്നേഹിപ്പാൻ കഴിയില്ല. യേശു കരുതുന്ന പോലെ ആരും എന്നെ കരുതത്തില്ല. അധ്വാനിച്ചൊന്നും കിട്ടിയില്ല. അവർ കരയിൽ വന്നപ്പോൾ കണ്ണിൽ മേച്ചുട്ട അടയും മീനും വെച്ചിരുന്നു. നിങ്ങൾ അനങ്ങുന്നില്ല. അതിൻ്റെ അർത്ഥം, പത്രോസ് നിനക്ക് മീനായിരുന്നു വേണ്ടതില്ലേ? പത്രോസ് കുടിച്ചുകൊണ്ടത് മീനല്ലത്. എന്നോട് ചോദിച്ചാൽ പോരായിരുന്നു, ഞാൻ തരില്ലായിരുന്നു. എന്തിനാ നീ എന്നെ വിട്ടു പോയേ? പ്രാതൽ കഴിച്ച ശേഷം യേശു പത്രോസിനോട് ചോദിച്ചു, യോഹന്നാന്റെ മകനായ ശിമോനെ, ബാക്കി പറ, നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നു. ഓ കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട്, സ്നേഹമല്ല. വീണ്ടും കർത്താവ് വെച്ചു, ഇവയിലധികമായി. അവിടെ മലയാളത്തിൽ ഒരേ പദമാണ്, ഇവരെക്കാൾ അധികമായി, ഇതിനേക്കാൾ അധികമായി.
ഇവയെക്കാൾ ഉപരിയായി, ഈ ശിഷ്യന്മാരെക്കാൾ ഉപരിയായി, ഈ പടകിനേക്കാൾ ഉപരിയായി, ഈ നാറുന്ന വളയേക്കാൾ ഉപരിയായി ഇതിനെ സ്നേഹിക്കുന്നു. 2 തവണ അവൻ പിടിച്ചു തന്നു. ഓ കർത്താവേ, 3-ാം തവണ അവൻ പൊട്ടിക്കരഞ്ഞു, പിടിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. അവൻ കർത്താവേ നീ അറിയുന്നു. എന്താ എൻ്റെ അർത്ഥം? പ്രാണനമകനെ ഞാൻ പ്രാഗിയിട്ട് പോയി, എന്നിട്ടും എൻ്റെ പുറകെ വന്ന സ്നേഹം. പ്രാണനാഥനെ പ്രാഗിയിട്ട് പോയിട്ടും പുറകെ വരുന്ന സ്നേഹം. നീ കർത്താവിനെ വേണ്ടെന്ന് വെച്ച എത്ര സന്ദർഭമുണ്ട്, പക്ഷെ പുറകെ നടന്ന് സ്നേഹിക്കുന്ന സ്നേഹം. എല്ലാവർക്കും എഴുന്നേൽക്കുക. ഈ ദൈവത്തിൻ്റെ ജീവപര്യന്തം നമ്മെ വഴി നടത്തും. എല്ലാവർക്കും എഴുന്നേൽക്കുക. എത്ര ദൂരം നിന്നെ വീട്ടോടി ഞാൻ, അത്ര നേരം ഒന്നൂടെ. എത്ര ഞാൻ UK-ലാണെന്ന് തോന്നുന്നു, എവിടെയോ അടുത്ത് പ്രസംഗിച്ചപ്പോൾ അതിവിദഗ്ധനായ ഒരു കമ്പ്യൂട്ടർ എഞ്ചിനീയർ, ഒരു ഹൈ ലെവലിൽ നിൽക്കുന്നൊരു മനുഷ്യൻ എന്നെ, ചെറുപ്പക്കാരൻ എൻ്റെ അടുക്ക് വന്ന് അറിഞ്ഞുകൊണ്ട് പറഞ്ഞു, കർത്താവ് എനിക്കൊന്ന് ആൻസർ പറഞ്ഞു. ഞാൻ ചോദിച്ച ചോദ്യത്തിന് ആൻസർ തന്നു. അതിവിദഗ്ധരാണ്, പ്രൊഫഷണൽ. അത് പറഞ്ഞൊരാൾ കർത്താവിനോട് ഞാൻ എപ്പോഴും ചോദിക്കും, കർത്താവ് നീ എന്തിനാ എൻ്റെ പുറകിന് നടക്കണ്ടേ? നീ എന്തിനാ എൻ്റെ പുറകിന് നടക്കുന്നേ? നിനക്ക് എത്രയോ പേരെ കിട്ടും, എന്നിട്ടും ഇത് മനസ്സിലാകുന്ന കുഞ്ഞെ, സ്നേഹത്തിൻ്റെ ആഴം നിനക്ക് മനസ്സിലാകുന്നുണ്ടോ? എന്നിട്ടും നീ എൻ്റെ പുറകിന് എന്താണ് നടക്കുന്നത്? നിന്നെ നോട്ടപ്പെട്ടിട്ടുണ്ടോ? നിന്നെ പിടിക്കാൻ പാടില്ല. നിന്റെ പുറകിന് നടന്നവൻ സ്നേഹിക്കും. നമ്മൾ എത്ര അകന്നു പോയെന്നേ, എത്ര വിശ്വസ്തനായി. നിന്റെ വിശ്വസ്തത കൂടുതലല്ല കുഞ്ഞെ, നിൽക്കുന്നത് കൃപയാ. കർത്താവ് നിന്നെ വേണം. ഞാൻ മടങ്ങി വരുന്നത് പറയാൻ തയ്യാറുണ്ടോ? എന്നെ ഏതാ സ്ഥാനപ്പെടുത്തണമെന്ന് പറയാൻ തയ്യാറുണ്ടോ? എപ്പോഴും പരിശുദ്ധ സംസാരിക്കുന്നത് നിന്നെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന ലെവലിൽ നീ അറിയോ? കർത്താവേ, എന്നെ കുറിച്ച് അങ്ങനത്തെ ആഗ്രഹിക്കുന്നത് അവിടെ ഞാൻ എത്തണം. അതിനായി സമർപ്പിക്കുന്ന പറയുന്നവർക്കായി സ്വർഗത്തിലേക്ക് ഉയർത്തുകയും ചെയ്യും. ഞാൻ ആഗ്രഹിക്കുന്നതല്ല, അവിടുന്ന് എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതാണ് എന്നെ പ്രവർത്തിക്കുന്നത്. തവൈതന്റെ കുഞ്ഞുമേശുവിന്റെ നാമത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നു. നിന്റെ ശക്തിയെ അവിടെ വ്യാപരിക്കട്ടെ. നിന്റെ കരകളെ തുടരണം. ഇന്ന് രാത്രിയിൽ പകലൊക്കെ അവിടെ സംസാരിക്കണമേ. കൈകളും ഉയർത്തി പിടിച്ചുകൊണ്ടിരുന്നാണ് പാട്ട് പാടിയ എത്ര ദൂരം ഒന്നും പാടി. എത്ര ദൂരം